എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും ചാറ്റ് ജിപിടിയിലെ ജാപ്പനീസ് സ്റ്റുഡിയോ ഗിബ്ലിയിൽ മുഴുകിക്കഴിഞ്ഞെങ്കിൽ നമുക്ക് വീണ്ടും ഒരു കൊറിയൻ ഡ്രാമയിലേക്ക് ഒന്ന് പോയാലോ? ലോഡ്സ് ഓഫ് ഫൺ, പിന്നെ ഫാന്റസി, ഒരു കമ്മിങ് ഓഫ് ഏജ് പ്ലസ് റൊമാൻറ്റിക് ഡ്രാമ. അതാണ് ഏറ്റവും പുതിയതായി ഇറങ്ങിയിട്ടുള്ള വേ ബാക്ക് ലവ്. സിമ്പിളായി തുടങ്ങുന്നതാണെങ്കിലും മികച്ച റേറ്റിംഗ് മെയിൻറ്റെയിൻ ചെയ്തു വരുന്ന കെ ഡ്രാമ. അപ്പോൾ ഒന്ന് കണ്ടു നോക്കിയാലോ? റാം ഇതിവൻ്റെ കഥയാണ്. എന്നാൽ നഗരത്തിലൂടെ നടന്ന് കൊറിയൻ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ബില്ലൊക്കെ എടുത്ത് ഒരു ഫ്ലാറ്റിൽ ചെന്ന് നിന്ന് കോളിംഗ് ബില്ലടിക്കുന്ന ഇവൻ്റെ മാത്രം കഥയല്ലേ ഇത്. ആ മുറിയിൽ തളർന്ന മന്ദഗതിയിൽ ഉഷാറില്ലാതെ കിടക്കുന്ന ദേവിയുടെയും കൂടി കഥയാണിത്. വാടിയ ചെടി പോലെയുള്ള ഇരുണ്ട മുറിയിൽ നിന്ന് ദേവി കഥ തുറക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് സുമയാണ്. ഓർമ്മയില്ലേ മുമ്പ് ലൈറ്റ് ഷോപ്പിൽ കണ്ട സുമ? അതേ നിറത്തിലുള്ള ഡ്രസ്സ് വരെ ഇട്ടിരിക്കുന്നു. ഇവിടെ ഇപ്പോൾ കഥ തുറക്കുന്നതും ദേവി മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ട് ഞെട്ടുകയാണ്. ദേവിയെ നോക്കി റാം പറയുന്നത്, ഹലോ റാം, കുറേ നാളല്ലോ കണ്ടിട്ട്, എന്നെ മനസ്സിലായില്ലേ, ഞാൻ ദേവി. ഇത് കേട്ട് ദേവി കുറച്ചു നേരം ഈ കാണുന്നത് മനുഷ്യനെ തന്നെയാണോ എന്നുള്ള രീതിയിൽ നോക്കിയിട്ട് പെട്ടെന്ന് കഥ അടക്കാൻ ശ്രമിക്കുന്നു. കഥയിനിടയിൽ കൈവിട്ട് കരയുന്ന റാമിനെ അവളിങ്ങനെ അത്ഭുതത്തോടെ നോക്കുന്നതിന് എന്തോ കാരണമുണ്ടല്ലോ. അതറിയും മുമ്പേ ഇവരുടെ ഓർമ്മകളിലേക്ക് പോവുകയാണ്. കുറേ വർഷങ്ങൾക്ക് മുന്നേ ഉള്ള സ്കൂൾ കാലം. പുതിയ ക്ലാസ് തുടങ്ങുന്നതിൻ്റെ ആഹ്ലാദം എല്ലാ കുട്ടികൾക്കും. തലതിരിഞ്ഞ പിള്ളേരായതുകൊണ്ട് തന്നെ ആദ്യ ദിവസം തന്നെ ടീച്ചർമാർക്ക് ഒരു പ്രാങ്ക് കൊടുക്കാമെന്ന് പ്ലാൻ ചെയ്യുകയാണ്. ഏപ്രിൽ 1 കൂടിയാണ്. അതുകൊണ്ട് ഇവർ ചെയ്യുന്ന പരിപാടി പരസ്പരം പേര് സ്വിച്ച് ചെയ്യുക. ഒരാളുടെ പേര് മറ്റൊരാളും അയാളുടേത് തിരിച്ചും ഇട്ടുള്ളൊരു കളി. പുതിയ ക്ലാസ് ആയതുകൊണ്ട് തന്നെ ക്ലാസ് ടീച്ചർക്ക് ആരൊക്കെ എന്നറിയാൻ പറ്റില്ല. ഇതിൻ്റെ സൂത്രധാര മറ്റാരുമല്ല, ദേവിയാണ്. ഹൈപ്പർ ആക്റ്റീവായി ഒരു കുറുമ്പത്തി ബബ്ലി സ്റ്റുഡൻറ്റ്. ഈ കളിയിൽ എല്ലാവരും പങ്കെടുക്കണമെന്ന് നിർബന്ധമുണ്ടോ എന്ന് നാണം കുടുങ്ങി ചോദിക്കുന്ന റാമോ ഇതിന് നേരെ ഓപ്പോസിറ്റും. സ്മാർട്ടല്ലാത്ത ഒരു അപ്പാവിച്ചക്കൻ, എന്നാൽ പഠിപ്പിയാണ്. സ്കൂളിലെ പുതിയ അഡ്മിഷനെ എത്തിയതിൻ്റെ ഒരു ഷൈനസും റാമിനുണ്ട്. അങ്ങനെ ഗെയിം തുടങ്ങി ഓരോരുത്തരുടെയും പേരിന് താഴെയുള്ള വരകളിലൂടെ വരച്ച് താഴേക്ക് കൊണ്ട് മുടിക്കുന്ന പേരും തമ്മിൽ സ്വിച്ച് ചെയ്ത് അങ്ങനെ ദേവിയുടെ പേരിൽ നിന്ന് വരച്ചുകൊണ്ട് മുട്ടിക്കുന്നതോ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. അങ്ങനെ റാമും ദേവിയും പരസ്പരം നെയിം ടാഗ് കൈമാറുവാണ്. ദേവി വളരെ ത്രില്ഡാണ്. എന്നാൽ റാമോ അവൻ്റെ കൂട്ടുകാരൻ ഇതൊക്കെ ഒരു രസമല്ലേ, ഇങ്ങനെ കുറേ ചെങ്ങായിമാരെ ഉണ്ടായിക്കൂടെ എന്നൊക്കെ ചോദിക്കുന്നെങ്കിലും ഇവൻ്റെ മട്ട് കണ്ട് സ്വിച്ച് ആയിരിക്കുന്ന ഒരു പെണ്ണുമായിട്ടാണെന്ന് മനസ്സിലാവുന്നു. അവൾ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാലോ, ഓട്ടവും ചാട്ടവും തീറ്റയും എന്ന് വേണ്ട ഇല്ലാത്ത പരിപാടിയില്ല. അതിൻ്റെ ഇടയിൽ കൂടി ഇൻസ്റ്റാ ലൈവ്സും. ഇന്നത്തെ ക്ലാസ് എങ്ങനെയെങ്കിലും കഴിഞ്ഞിരുന്നെങ്കിൽ ഇരിക്കുന്ന റാമിനോ മൊത്തം നാണക്കേടും. ക്ലാസ്സിൽ ദേവിയുടെ ചെയർ കാലിയായി കിടക്കുന്നത് കണ്ട് അവിടെ ആരെന്ന് ചോദിക്കുമ്പോഴോ എല്ലാവരും പറയുന്നത് റാമെന്ന്. ഇത് കേട്ട് ടീച്ചർ പറയുന്നതോ, ഓ ആ കുട്ടിയാണോ, റാം എന്നോട് ചോദിച്ചിട്ടാണ് മെൻസ്ട്രേഷൻ ആയതുകൊണ്ട് ക്ലിനിക്കിലേക്ക് പോയതെന്ന്. ഇവൾ ക്ലിനിക്കിൽ പറയുന്ന പേരോ റാമെന്നും. അങ്ങനെ കാണുന്നവരോടെല്ലാം റാമെന്ന് പേര് പറഞ്ഞ ഒടുവിൽ ഒരു വള്ളിയും പിടിച്ചുകൊണ്ട് തിരികെ ക്ലാസ്സിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇഴഞ്ഞു പോയ ദിവസം തീർന്ന ആശ്വാസത്തിൽ ദേവിക്കടുത്തേക്ക് റാം വരുമ്പോൾ റാമിനെ തിരക്കി വരുന്ന മറ്റൊരു കുട്ടി. രണ്ടുപേരും ഞാനെന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ ആരായാലും പെട്ടെന്ന് പുറത്തേക്കല്ലേ. അവിടെ വേറെ സ്കൂളിലെ കുറച്ച് പിള്ളേർ കാണണമെന്നും അടിക്കണമെന്നും ഒക്കെ പറഞ്ഞ് നിൽക്കുന്നുണ്ട്. സംഭവം എന്താണെന്ന് വെച്ചാൽ ക്ലിനിക്കിൽ നിന്ന് ഇറങ്ങിയ വഴിക്ക് ദേവി ഈ പിള്ളേർ വേറെ ഒരുത്തിനായിട്ട് വാരുന്നത് കണ്ടു. ദേവി ഇത് കണ്ട് അക്രമം ഞാൻ പൊറുക്കില്ല മാത്തുക്കുട്ടി ചായ എന്നുള്ള പോലെ കയ്യിലിരുന്ന ഫ്രൂട്ടി എടുത്തോൻ്റെ മേത്തേക്ക് എറിഞ്ഞിട്ട് ഓടി. ഓടുന്ന വഴിക്ക് നെയിം ടാഗ് അവിടെ പോവുകയും ചെയ്തു. ഇപ്പോൾ റാമെന്ന് എഴുതിയിട്ടുള്ള നെയിം ടാഗ് വെച്ച് കണ്ടുപിടിച്ച് വന്ന് നിൽക്കുവാണ്. അവരാണ് ശരിക്കും പ്രശ്നക്കാരെന്ന് ദേവി പറഞ്ഞ് നടക്കുമ്പോൾ ഇത് ടീച്ചറോട് പറയാമെന്ന് പോകാൻ തുടങ്ങുന്ന റാമിനെ നിർത്തി, ഇതെൻ്റെ തെറ്റല്ലേ, ഞാൻ തന്നെ ഡീൽ ചെയ്താളെന്നും അതിന് നിങ്ങളൊരു ചെറിയ സഹായം ചെയ്യണമെന്നും പറഞ്ഞ് എക്സ്മെനെ പോലെ കുറേ മാർക്കറുകളുമായി നിൽക്കുന്നു. ശേഷം ഔട്ട്സൈഡേഴ്സിന് മുന്നിൽ ഇന്നലെ മേടിച്ച ബ്രാൻഡ് ഷർട്ടായിനി അത് മൊത്തം അഴുക്കാക്കി. ഇനി എന്തുകൊണ്ട് ചെയ്യാനാണ്? കൊണ്ടുപോയി അലക്കിയിടാൻ നിൽക്കുന്ന ദേവിയും. തമ്മിൽ ചൂട് പിടിച്ച് നിൽക്കുമ്പോൾ ഞങ്ങൾ ആരാണെന്ന് അറിയുമെന്ന് ചോദിച്ച് ദേവിയും ഫ്രണ്ടും റാമും കൂടി ഷർട്ടൊക്കെ പിടിച്ച് മറ്റ് കാണിച്ചു കൊടുക്കുന്നത് കുറേ ടാറ്റുവും കടുവയും കരടിയും പാമ്പും ഒക്കെ ആ മാർക്കർ കൊണ്ട് വരച്ചതാണ്. ടെററായിട്ടുള്ള ആൾക്കാർ പൊതുവെ ഇതുപോലത്തെ ടാറ്റു പച്ച കുത്താറില്ല എന്നുള്ള ചിന്തയിലാണ് ഇവരിത് ചെയ്തിട്ടുള്ളത്. പിള്ളേർ ഇത് കണ്ട് കളിയാക്കി ഇത് വീട്ടിൽ കണ്ട അമ്മ വഴക്ക് പറഞ്ഞ് നിൽക്കുമ്പോൾ എൻ്റെ അമ്മ സ്വർഗത്തിൽ പോയെന്ന് ദേവി. പിറകെ എനിക്ക് അച്ഛനും ഇല്ലെന്ന് റാമ്. അവന്മാരിത് കേട്ട് പാവങ്ങളാടാൻ നിൽക്കുന്നതിന് പിറകെ ഒരു ആൻറ്റി വന്നിട്ട് നിങ്ങളിവിടെ കൂടിയെന്ന് സേർട്ട് വലിക്കണോ, ഇപ്പോൾ പോലീസിനെ വിളിക്കാമെന്ന് പറഞ്ഞു കേട്ടോ. അവന്മാർ പിന്നെ ഓടുവല്ല, അവിടുന്ന് പറക്കുക. അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ വീട്ടിലെത്തി ഈ വരച്ചത് മായ്ക്കാൻ നോക്കുമ്പോൾ അത് പോണില്ല. എഡ്ഡി മില്ലറിൻ്റെ വാനിലെ പോലെ തന്നെ മായാതെ നിൽക്കുവാണ്. സംഭവം അത് ലോങ് ലാസ്റ്റിംഗ് മാർക്കറായിരുന്നു. പുല്ല്. ദേവിക്കൊരു അനിയത്തിയുണ്ട്, അവൾ ഇത്ര തൻ്റെടിയല്ല. അങ്ങനെ അടുത്തൊരു ദിവസം റാമിൻ്റെ കയ്യിലെ ടാറ്റു കണ്ട് അവൻ്റെ കൂട്ടുകാരൻ പൊറിഞ്ചു അത് ഫോട്ടോ എടുക്കുന്നത് കണ്ട് ഫോൺ പിടിച്ച് മേടിച്ച് ഇങ്ങനെ ഇരിക്കെ 2 പെൺകുട്ടികൾ അവർ വന്നിട്ട് ഒരു ബുക്ക് എടുത്ത് വെച്ച് കൊടുക്കുന്നു. ഞങ്ങളും നിങ്ങളും തമ്മിലൊരു ചേർച്ചയുണ്ടെന്ന് പറഞ്ഞിട്ട്. ആ ബുക്കോ സ്വവർഗ ടീംസിൻ്റെയും. ദേവി ചെയ്ത മറ്റൊരു പണി, അവൾ സ്കൂളിലെ നോട്ടീസ് ബോർഡിൽ ബുക്കുകൾ വായിക്കാൻ വേണ്ടവരുടെ ലിസ്റ്റിൽ അവൾക്ക് വേണ്ട ചില ബുക്കുകളുടെ പേരും കൊടുത്തിരുന്നു. അതും റാമിൻ്റെ പേരിൽ. ബുക്കിൻ്റെ പേരുകളോ എൻ്റെ സ്വന്തം കാമുകൻ, എനിക്ക് നിന്റെ കട്ടിലേക്ക് കിടക്കണം പ്രാണനാഥ എന്നിങ്ങനെ ഓരോന്ന്. അങ്ങനെ റാമിൻ്റെ ആ ലൈനിലുള്ളതല്ല വേറെ. ഇങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരുന്ന സ്കൂൾ ലൈഫിൽ നിന്നാണിപ്പോൾ ദേവി ഇങ്ങനെ മന്ദഗതിയിൽ നടക്കുന്നത്. അവൾ കോളേജിലാണിപ്പോൾ. വർഷങ്ങൾ കഴിഞ്ഞുള്ള ലേറ്റ് അഡ്മിഷനുമാണ്. ഏപ്രിൽ ഫുൾ ദിനമായതുകൊണ്ട് ഇന്ന് ടൈപ്പോഗ്രാഫി ക്ലാസ്സിൽ നിന്നുള്ള മെസ്സേജ് കാണാതെ കോളേജിലെത്തി തിരിച്ചു പോകവേ അവൾക്ക് ആംബുലൻസിൻ്റെയും മറ്റും സൈറണൊക്കെ കേൾക്കുമ്പോൾ എന്തെന്നില്ലാത്ത അസ്വസ്ഥത. സഹിക്കാൻ പറ്റാത്ത എന്തോ പോലെയാണ് അവൾക്ക്. എന്നിട്ട് നേരെ വീട്ടിൽ വന്ന് ബാഗെല്ലാം മാറ്റിവെച്ച് ഒരൊറ്റ കിടത്ത, ഒരലസയെ പോലെ. ഈ ഒരു കാലത്തിനിടയ്ക്ക് എന്തോ കാര്യമായി അവൾക്ക് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള ഉറപ്പാണ്. അങ്ങനെ ഇടയ്ക്ക് അവളുടെ ഓർമ്മ പോകുന്നത് ഇരുവരും നടത്തിയ ഒരു ഇടപാടിനെക്കുറിച്ച്.
ദേവി ഒരാവശ്യത്തിനായി കുറച്ച് ലേഡീസ് സ്റ്റഫ് OLX വഴി ഓർഡർ ചെയ്തപ്പോൾ അതുമായി എത്തുന്നത് റാം. അവൻ്റെ അമ്മയുടെ ചില മെറ്റീരിയൽസാണ് ഇവൾ കൊണ്ടുവരാൻ മെസ്സേജ് അയച്ചത്. അമ്മ റെസ്റ്റ് ആയതുകൊണ്ട് റാം അതുമായി എത്തുമ്പോഴാണ് ഇരുവരുടെയും താമസവും അടുത്തടുത്ത് തന്നെയാണെന്ന് അറിയുന്നത്. എല്ലാം നല്ലോണം നോക്കിയോ, റീഫണ്ടൊന്നുമില്ല എന്നങ്ങനെ റാം ബോക്സ് കൊടുക്കുമ്പോൾ അത് നോക്കിയിട്ട് ഇത് ഇപ്പോൾ ചെക്ക് ചെയ്യണമെന്ന് ചോദിച്ച് ദേവി എടുത്ത് കാണിക്കുന്നതോ മാറുവസ്ത്രവും. ഇതോടെ അവൻ്റെ കിളി പോയി നിന്ന് വെപ്രാളം പിടിച്ച് സോറി ഞാൻ അത്രക്കാരനല്ല, അമ്മയ്ക്ക് വയ്യാഞ്ഞതുകൊണ്ട് ഒന്നും നോക്കാതെ എടുത്തുകൊണ്ട് വന്നതാ, എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അമ്മയോട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് പൈസ പോലും മേടിക്കാതെ നാണം കുടുങ്ങി പോകുന്നു. തിരിച്ചെത്തി എൻ്റെ പോന്നമ്മേ എന്ന് വിളിച്ച് കയറുന്നതിലും അവർ ഉറക്കമാണ്. ദേവി തുള്ളിക്കൊണ്ട് നേരെ വീട്ടിൽ വന്നിട്ട് OLX വഴി അവരുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ്, ഇടപാടിന് നന്ദിയെന്നും പറഞ്ഞ്. ഇത് കാണുന്ന റാം അതങ്ങനെ തന്നെ അങ്ങ് ബ്ലോക്ക് ചെയ്യുന്നു. അടുത്ത ദിവസം കാലത്ത് തന്നെ സ്കൂളിൽ ദേവിയുടെ കയ്യിൽ ഒരു സഞ്ചി ഇരിക്കുന്നത് കാണുന്നതോടെ റാമിൻ്റെ എല്ലാ മനസ്സമാധാനം പോയി കിട്ടുന്നു. എന്തായിരിക്കും അതിൽ, ഇനി എന്നെ നാറ്റിക്കാനുള്ള വല്ല പരിപാടിയാണോ ആണോ? അങ്ങനെ ടെൻഷനിലായതുകൊണ്ട് തന്നെ എവിടെ നോക്കിയാലും പ്രശ്നം. തുടർന്ന് പൊറിഞ്ചുമൊത്ത് ഇൻ്റർവ്യൂവിന് ഇരിക്കുമ്പോൾ കാണുന്നത് ദേവി അവളുടെ കൂട്ടുകാരിക്ക് ഒരു ബർത്ത്ഡേ കേക്ക് വെച്ച് കൊടുക്കുന്നത്. ചങ്കത്തിയുടെ ബർത്ത്ഡേ ആണ്. എന്നിട്ട് ഗിഫ്റ്റ് എന്ന് പറഞ്ഞ് നീട്ടുന്നതോ ആ സഞ്ചിയും. റാം തുറച്ചു നോക്കിയിരിക്കെ അതിൽ നിന്ന് പൊന്തി വരുന്നതോ ആ ബ്രായും. പൊറിഞ്ചുവും അവൻ്റെ കൂട്ടിരുന്ന് വിളറി നാറി റാമും ഇത് കണ്ടിരിക്കെ അവറ്റുകൾ ആ വവ്വാൽ വെച്ച് കളിയോട് കളി. പൊറിഞ്ചുവിന് ചങ്കത്തിയോടൊരു കണ്ണുണ്ട്. അവിടെ എന്താ കേക്കൊക്കെ വെച്ചിട്ടുള്ളതെന്ന് ചോദിക്കുമ്പോൾ ബർത്ത്ഡേ ആണെന്ന് തോന്നുന്നു. ഇതേക്കുന്ന മണ്ടം പൊറിഞ്ചുവോ, ആഹാ അപ്പോൾ നിനക്കത് അറിയായിരുന്നോ, എന്നിട്ട് എന്നോട് പറയാൻ എന്താണെന്ന്. അറിഞ്ഞിട്ടിപ്പോൾ എന്താണെന്ന് ചോദിക്കുമ്പോഴാണ് റാമും ഇവൻ്റെ ഒരു ചാട്ടം അറിയുന്നത്. നീ അവളോട് പോയി നല്ലോണം പാടെന്നും സബർജല്ലിത്തോട്ടമുണ്ടെന്നൊക്കെ പറയുന്ന പോലെ പൊറിഞ്ചു നല്ലതാണെന്നും സീറ്റാണ്, റെയർ ബ്രീഡാണ് എന്നൊക്കെ അടിച്ചു വിടാൻ പറയുമ്പോഴും കൂടെ നിൽക്കുന്നുള്ളത് ശരിയല്ല, അതുകൊണ്ട് ഇവളും ഇത്തിരി പെശകായിരിക്കുമെന്ന് റാം. ചുമ്മാ അല്ല രണ്ട് ലൈനില്ലാതെ കറങ്ങി നടക്കുന്ന അങ്ങനെ ആ കോൺവോ അവിടെ തീരുമ്പോൾ റാം ദേവിയെ മാറ്റി നിർത്തി ചോദിക്കുന്നത് ഞാൻ ഇവളോട് എന്തെങ്കിലും കുഴപ്പം കാണിച്ചിട്ടുണ്ടോ എന്ന്. എന്താ കാര്യമെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം നടന്ന ആ സംഭവത്തെ വെച്ച് ചൂഷണം ചെയ്യുന്നു എന്നൊരു തോന്നൽ മാത്രമാണ്. ദേവി ഇത് കേട്ട് എന്തിനാ ഇങ്ങനെയൊക്കെ പറയണേ, കഷ്ടമുണ്ടോ എന്ന് പറയുന്ന പാടെ ക്ഷമത വെച്ച് ആരോടും പറയില്ലെന്ന് പോകുന്ന റാമിനെ അവൾ നിർത്തുന്നത് ഒരു പ്രത്യുപകാരം ചോദിക്കാൻ. മുമ്പ് ഏപ്രിൽ ഫൂളിന് പേര് സ്വിച്ച് ചെയ്ത പോലെ വീണ്ടും ചെയ്താലോ എന്ന്. കാരണം ആ ദിവസം ദേവിക്കൊരു ലക്കി ഡേ എന്ന് വേണമെങ്കിൽ പറയാം. ക്യൂസിന് നല്ല മാർക്ക് കിട്ടി, കടയിൽ നിന്ന് 2 പുഴുങ്ങിയ മുട്ട എക്സ്ട്രാ കിട്ടി, അതും ഫ്രീ ആയി. അതും ഇതും തമ്മിൽ എന്താണെന്ന് വെച്ചാൽ പേരിൽ ഓരോ ഭാഗ്യമുണ്ടെന്നല്ലേ പറയുന്നേ. നിനക്കും അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു കാണുമല്ലോ എന്ന് ദേവി ചോദിച്ചാൽ അടിപൊളി, നമ്മൾ കണ്ടതല്ലേ, ഇനി വരാൻ വേറെ നാണക്കേടില്ല. ഏയ് അതൊന്നും പറ്റില്ലെന്ന് പറഞ്ഞ് റാം പോണേലും ദേവിയുടെ മുമ്പിൽ അവൻ ഒരു രക്ഷയില്ല. അവൾ അവനെ നോക്കി ദേവി എന്ന് വിളിക്കാൻ തുടങ്ങുന്നതോടെ ക്ലാസ്സിലും PT പീരീഡിലും എല്ലാം റാമിനെ വിളിക്കുന്ന സമയം ഇവൾ കയറി വരും. ഒരു രസം. റാമിനോ വന്ന് പരീക്ഷാ പേപ്പറിൽ പോലും അബദ്ധത്തിൽ ദേവി എന്ന് എഴുതിയിട്ട് അത് തിരുത്തേണ്ട അവസ്ഥ. ഒടുവിൽ കളി കാര്യമാവുന്നത് ഇരുവരുടെയും പേരൻസിനെ സ്കൂളിലേക്ക് വിളിച്ചു വരുത്തുമ്പോൾ ടീച്ചറിന് വരെ ഇരുവരുടെയും പേര് മാറിപ്പോകുന്ന അവസ്ഥ. ഒടുവിൽ കുട്ടികൾ പരസ്പരം ഇതിന് മാതാപിതാ ഗുരുവിൻ്റെ മുന്നിൽ വെച്ച് ക്ഷമ ചോദിക്കുന്നെങ്കിലും റാമിൻ്റെ അമ്മയ്ക്ക് ഇതൊരു നല്ല നേരം പോക്കായാണ് തോന്നുന്നത്. ദേവിയുടെ അച്ഛന് ചെറിയ ദേഷ്യമുണ്ട് താനും. സംഭവം വിളിപ്പിച്ചിരിക്കുന്നത് മറ്റൊരു പ്രധാന കാര്യം പറയാനാണ്. ദേവി ഒരു വെറുതെ അപകടം പറ്റി കിടന്നപ്പോൾ ആശുപത്രിയിൽ എത്തിച്ച് രക്ഷിച്ചിരുന്നു. ഇതിൻ്റെ സന്തോഷത്തിൽ അവർ അവരുടെ ലൈഫ് സേവിങ്സിൻ്റെ നല്ലൊരു ഭാഗം സ്കൂളിന് ഡൊണേറ്റ് ചെയ്യാനിടയായി. അതുകൊണ്ട് സ്കൂളിന് ഇപ്പോൾ ഒരു പുതിയ സ്കോളർഷിപ്പും. അതിനായി സെലക്ട് ചെയ്തിരിക്കുന്നത് മറ്റാരെയുമല്ല, നല്ല മാർക്ക് വാങ്ങിയിരിക്കുന്ന ദേവി എന്ന ടീച്ചർ. ഇത് കേൾക്കുന്ന അവളുടെ അച്ഛന് ഞെട്ടൽ. കാര്യം ടീച്ചർക്ക് വീണ്ടും പെരുമാറിപ്പോയതാണ്. പഠിപ്പിയ റാമിനാണ് സ്കോളർഷിപ്പ്. ദേവിക്ക് അവളുടെ പ്രവൃത്തിയിൽ വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പാരിതോഷികവും ഉണ്ടാവും. അങ്ങനെ എല്ലാവരും സന്തോഷത്തോടെ തിരികെ വീട്ടിലേക്ക്. റാമിൻ്റെ അമ്മയ്ക്ക് വലിയ സന്തോഷം. സ്കോളർഷിപ്പ് കിട്ടിയതിന് മാത്രമല്ല, സ്വന്തം മകന് ക്ലാസ്സിൽ കൂട്ടുകാരും കളിച്ചിരൊക്കെ ഉണ്ടല്ലോ എന്നുള്ളതും അറിഞ്ഞ പ്രസന്നതയിൽ നമുക്കിന്ന് ഹോട്ടലിൽ നിന്ന് കഴിക്കാമെന്നങ്ങനെ പോകവേ കാണാം പിറകിൽ ദേവിയും അവളുടെ അച്ഛനും. അവരും അയൽക്കാരാണെന്നും ഒരേ സ്ഥലത്താണെന്നും ഇപ്പോഴാണ് അറിയുന്നത്. കണ്ടു ചിരിച്ച് നടന്ന് അടുത്തുള്ള ഹോട്ടലിനടുത്തെത്തുമ്പോഴോ അത് ക്ലോസ്ഡ്. പിറകെത്തുന്ന കൂട്ടർ കാര്യം തിരക്കിയറിഞ്ഞ് കുഴപ്പമൊന്നുമില്ല, ഓപ്പണാണ്, ധൈര്യമായി കയറി കഴിച്ചോ, ഇവിടുത്തെ തക്കാളി സ്പെഷ്യൽ സൂപ്പ് അടിപൊളിയാണെന്നൊക്കെ അച്ഛൻ പറയുന്നത് കേട്ട് നിങ്ങളിവിടെ സ്ഥിരമാണല്ലേ എന്ന് അമ്മ. ഇതെൻ്റെ ഹോട്ടലാന്ന് അയാളും. അങ്ങനെ 4 പേരും അകത്ത് കയറി ഒരുമിച്ചുള്ള പാചകവും ഒരുക്കങ്ങളും നടത്തവേ റാം നന്ദി പറയുവാണ് ദേവിയോട്, ഈ നല്ല നിമിഷത്തിനും എല്ലാത്തിനും. ദേവിക്കും റാമിനോട് ചെറിയ എന്തൊക്കെയോ തോന്നാൻ തുടങ്ങുവാണ്. അങ്ങനെ നല്ലൊരു ഡിന്നർ ടൈമും കഴിഞ്ഞ് അടുത്ത ദിവസം ദേവിയുടെ ചങ്കത്തിക്ക് അവളിൽ എന്തോ റാമിനോടൊരു സ്പാർക്കുള്ളതായി കണ്ടുപിടിക്കുന്നതിലും നിനക്ക് ഭ്രാന്താണെന്നും പറഞ്ഞ് തള്ളിക്കളയുന്നു. സ്പാർക്ക് കൂടാൻ സ്കൂൾ ടൈമിൽ ഒരു റൊമാൻറ്റിക് ഫിലിം കാട്ടി അതിൻ്റെ പിന്നാലെ ഒരു പ്രണയ കവിത ടീച്ചർ റാമിനെ കൊണ്ട് വായിപ്പിക്കുന്നത് വേറെ. അങ്ങനെ കാണണം എന്നുള്ളൊരു ത്വരയും പതിയെ ദേവിയിലേക്ക് വരികയായി. പരസ്പരം കാണുമ്പോൾ ഒരു പ്രസന്നതയും ചെറിയ നാണമൊക്കെ തോന്നി നിന്നിരുന്ന ഈ ദേവിയാണ് ഇപ്പോൾ ഇരുണ്ട മുറിയിൽ ഉണങ്ങിയ ചെടിയും വരണ്ട മനസ്സുമൊക്കെ ഉള്ളത്. കുറേയേറെ നാളുകൾക്ക് ശേഷം എത്തിയിരിക്കുന്ന റാം ജനാലയുടെ കർട്ടനെല്ലാം മാറ്റി കുറച്ച് വെളിച്ചം വരട്ടെ എന്ന് പറഞ്ഞു നിൽക്കുമ്പോൾ എന്താ ഇപ്പോൾ പെട്ടെന്ന് എന്ന് ദേവിയുടെ ചോദ്യം. എത്ര നാളായി കണ്ടിട്ട്? സ്കൂളിലെ ലാസ്റ്റ് മൊമെൻ്റ് ഗ്രാജുവേഷൻ ഡേയിലും നമ്മൾ പരസ്പരം കണ്ടില്ല. 4 വർഷമാവുന്നു. ഇന്ന് ഏപ്രിൽ ഫുൾ ഡേ ആയിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ പറയാനുണ്ടാകുമെന്ന് നിനക്ക് തന്നെ അറിയില്ല റാം എന്ന് അവളോട് റാം ചോദിക്കുന്നതെല്ലാം കേട്ടു നിൽക്കുന്ന ദേവിയുടെ മറുപടി, അതെ, ഒരുപാട് സംസാരിക്കാനുണ്ടായിരുന്നു, പക്ഷേ നീ മരിച്ചതല്ലേ 4 വർഷം മുമ്പ്. 4 കൊല്ലം മുമ്പ് മരിച്ച് അടക്കം ചെയ്ത കാമുകൻ ഇപ്പോൾ വീണ്ടും കാമുകിയുടെ മുന്നിൽ. തൻ്റെ ട്രോമയുടെ എഫക്റ്റ് ആണോ എന്നാണ് ദേവി സംശയിക്കുന്നത്.
മുന്നിൽ നിൽക്കുന്ന റാമിനോട് നീ മരിച്ചതല്ലേ 4 കൊല്ലം മുമ്പ് എന്ന് പറയുന്ന ദേവിക്കടുക്കലേക്ക് ഇപ്പോൾ അവൻ എത്തിയിരിക്കുന്നത് ഒരു കാര്യം അറിയിക്കാനും. ദേവി ഒരാഴ്ചയ്ക്കുള്ളിൽ മരിക്കും. അതായത് ഇനി അവൾക്ക് ശേഷിക്കുന്നത് കേവലം 176 മണിക്കൂറുകൾ മാത്രം. ദേവി ഇത് കേട്ട് നിനക്കെങ്ങനെ അറിയാം യമരാജനാണോ എന്ന് ചോദിക്കുമ്പോൾ അതേ എന്നവനും. ദേവിക്ക് കുറച്ച് പേടിയൊക്കെ വന്നു തുടങ്ങി. റാമിനെ തൊട്ട് നോക്കുമ്പോൾ സ്പർശനം ഏൽക്കുന്നുണ്ട്. ഓടി പുറത്തേക്ക് ഇറങ്ങി അതുവഴി പോകുന്ന ഒരു ഡെലിവറി ബോയെ വിളിച്ചിട്ട് വീട്ടിലൊരാൾ അതിക്രമിച്ച് കയറിയെന്ന് പറയുമ്പോൾ അവൻ കഥ പറഞ്ഞിട്ട് ചോദിക്കുന്നത് കയറിയവനകത്ത് ഒളിച്ചിരിക്കുകയാണോ എന്നാണ്. എന്നാൽ റാമോ വാതിലിന് മുന്നിൽ തന്നെ നിൽക്കുന്നതായി ദേവിക്ക് കാണാം. അപ്പോൾ റാമിനെ വേറെ ആർക്കും കാണാനും പറ്റില്ല, കേൾക്കാനും കഴിയില്ല. ദേവി പിന്നൊന്നും നോക്കാതെ നേരെ ഡോക്ടറെ വിളിച്ച് ഹാലൂസിനേഷൻസിൻ്റെ ഗുളിക ചോദിക്കുന്നു. ഫോണിൽ പ്രേതത്തെ ഓടിക്കുന്ന മന്ത്രം ഇടുന്നു. അങ്ങനെ എല്ലാം ചെയ്ത് നോക്കുന്നതിലും ഒരു മാറ്റവുമില്ല. ഈ മന്ത്രമാണിപ്പോൾ എൻ്റെ ഫേവറേറ്റ് സോങ് എന്ന് നിൽക്കുന്ന റാം പറയുന്നത് നീ ഒരിക്കലും ഇനി സമയം പാഴാക്കരുത്, കാരണം മരിച്ചു കഴിഞ്ഞാൽ അതേക്കുറിച്ച് ഓർത്തായിരിക്കും ഏറ്റവും കൂടുതൽ വിഷമിക്കുക. അന്നങ്ങനെ ചെയ്തില്ലല്ലോ എന്ന് ചിന്തിച്ച്. അതുകൊണ്ട് ആദ്യമേ ഈ മൂടാവടിച്ച് കിടക്കുന്ന വീടൊക്കെ ഒന്ന് മെനയാക്കി ഉഷാറാവാൻ പറയുന്നതും ദേവി ഉണ്ടോ വിശ്വസിക്കുന്നു. അവൾ ഫയർ എക്സ്റ്റിംഗ്വിഷർ എടുത്ത് അവന് നേർക്ക് ഒരു ഒറ്റ പിടി. മാഞ്ഞു പോന്നെങ്കിൽ പോട്ടെ എന്ന പോലെ. ഒരു ഗുണവുമില്ല. റാം അവിടെ ഇരിപ്പുള്ള അവരുടെ ഇയർ ബുക്ക് എടുത്ത് അങ്ങനെ നിൽക്കെ നമ്മൾ വീണ്ടും അവരുടെ സ്കൂൾ കാലഘട്ടത്തിലേക്ക് വരുവാണ്. അവിടെ ഇപ്പോൾ പുതിയൊരു അവതാർ ബസു, ബ്യൂട്ടി കോൺഷ്യസ്, വലിയ സ്റ്റൈലിലാണ് നടപ്പ്. ഒരു ലവ് ലെറ്റർ എഴുതി കൊടുക്കാൻ ക്ലാസ്സിന് പുറത്ത് അവൾ നിൽക്കുന്ന കാര്യം ചങ്ക് വന്ന് ദേവിയോട് പറയുന്നതിന് പിറകെ അവളെത്തി കാര്യങ്ങൾ തിരക്കുവാണ്. ദേവി മറ്റൊരുത്തിക്ക് എഴുതി കൊടുത്ത ലവ് ലെറ്റർ ബസു കണ്ടിരുന്നു. നല്ല അടിപൊളി കയ്യക്ഷരം. അതുകൊണ്ട് അടുത്ത ആഴ്ച കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന കത്തിനുള്ള മാറ്റർ കൊടുക്കുമ്പോൾ ദേവിയുടെ ചോദ്യം ഏത് പ്ലാൻ വേണം? ബേസിക്, പ്രീമിയം, പ്ലാറ്റിനം, അങ്ങനെ പല പ്രൈസുകളും ഉണ്ട് അവൾക്ക് ഏത് ഈ ലവ് ലെറ്റർ എഴുതുന്നതിൽ. അങ്ങനെ കൂട്ടത്തിലെ ഏറ്റവും ടോപ്പ് പ്ലാൻ തന്നെ മതിയെന്ന് പറഞ്ഞ് ബസ് കൊടുക്കുന്ന മാറ്റർ ദേവി വായിച്ചു നോക്കുന്നു. എൻ്റെ തങ്കക്കുടമേ എന്ന് തുടങ്ങിയ കത്തിൽ പറയുന്നതോ റാമിനെക്കുറിച്ചും. അതായത് റാമിന് കൊടുക്കാൻ ഒരു ലവ് ലെറ്റർ അവൾ ഏൽപ്പിച്ചിരിക്കുന്നത് ദേവിയെ. എൻ്റെ ക്ലാസ്സിലെ റാമിനാണോ നീ കത്ത് കൊടുക്കാൻ പോണേന്ന് അന്തിച്ച് നിൽക്കുന്ന ദേവിയോട് അതെ, അയ്യോ പക്ഷേ നീയല്ല, ദേവി എന്ന് വിളിക്കുന്ന ആ റാമാണെന്ന് അവൾ. പേര് സ്വിച്ചിങ് ആണല്ലോ. എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുന്ന ബസുവിനോട് അവനതൊന്നും ഇഷ്ടമല്ല, ക്ലാസ്മേറ്റ് ആയതുകൊണ്ട് എനിക്കറിയാം എന്നൊക്കെ ഒതുക്കാൻ നോക്കുന്നതിലും കത്ത് തന്നെയായിരിക്കും നല്ലതെന്ന് ഒടുവിൽ ദേവി പറയുവാണ്. കാരണം കത്ത് ഇഷ്ടമല്ലെങ്കിൽ നേരിട്ട് പോയി ചോദിക്കാമെന്ന് നിൽക്കുവാണ് ബസു. അങ്ങനെ ഉടനടി കിട്ടിയ കാശും തപ്പി കുശുമ്പത്തിപ്പാറ് വീട്ടിൽ വന്ന് വെറുത്തെഴുതി പേപ്പർ കീറി കളഞ്ഞ് സിറ്റുവേഷൻ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ക്ലാസ്സിന് പുറത്ത് സ്ഥിരം വന്ന് ചോദിക്കുവാണ് ബസു കത്ത് റെഡിയായോ എന്ന്. ചങ്കത്തിയോട് ഞാൻ ക്ലാസ്സിലില്ല, എവിടെയെങ്കിലും പോയെന്ന് പറ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇന്ന് വന്നില്ല, ആശുപത്രിയിൽ പോയി, കറങ്ങാൻ പോയി. കഴിഞ്ഞ കൊല്ലം കാഞ്ഞുപോയ പൂവും വീണ്ടും മരിച്ചു നോക്കി ചങ്കത്തി പറഞ്ഞ് മടുക്കുന്നതിലും രക്ഷയില്ല. ദേവി ചങ്കത്തിയുമായി ഒരൊതുങ്ങിയ സ്ഥലത്തിരുന്ന് പറ്റണില്ലേടി എന്ന് പറഞ്ഞിരിക്കെ ദൂരെ നിന്ന് ബസു അവരെ കാണുവാണ്. പിന്നങ്ങോട്ട് ദേവിയുടെ തകർത്തോട്ടം, പിറകെ ബസുവും. അങ്ങനെ ഓടി ബാത്റൂമിലെത്തി രക്ഷയില്ലാതെ അവിടുന്ന് ചാടി ഒരൊറ്റ വീഴ്ച. വലിയ താഴ്ചയില്ലാഞ്ഞുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, കാലൊന്നും ഒടിഞ്ഞു, അത്രേ ഉള്ളൂ. പക്ഷേ ആത്മഹത്യക്ക് ശ്രമിച്ചെന്നിപ്പോൾ വീട്ടിലും സ്കൂളിലും ഫ്ലാഷ് ന്യൂസ്. കണ്ടാൽ വലിയ പ്രശ്നമൊന്നും തോന്നാത്ത കുട്ടിയെന്നിരിക്കുന്ന അമ്മയോട് അവൾ മൊത്തത്തിൽ പ്രശ്നമെന്ന് റാമും കൂട്ടുകാരനും പൊറഞ്ചുവും വരുന്നവരെ അങ്ങനെ ചർച്ചയായി. സ്കൂളിൽ എല്ലാവർക്കും ദേവിയോടുള്ള സമീപനത്തിലെ മാറ്റം. ഇതിനിടയ്ക്ക് എന്തേലും സഹായം വേണേൽ പറയാൻ മടിക്കില്ലെന്നുള്ള റാമിൻ്റെ ദൂത് വേറെ. അങ്ങനെ മൊത്തത്തിൽ അടിപൊളിയായിരുന്ന ആ സമയത്ത് ഞങ്ങളെല്ലാം വിചാരിച്ചത് നീ ആത്മഹത്യക്ക് ശ്രമിച്ചെന്നായിരുന്നു എന്ന് പറഞ്ഞ് നടക്കുവാണ് ഇപ്പോൾ യമപുരിയിൽ നിന്ന് എത്തിയിട്ടുള്ള റാം. അവക്കിതൊന്നും കേൾക്കേണ്ടതും ശല്യപ്പെടുത്താതെ പോവാനും പറഞ്ഞങ്ങനെ പബ്ലിക്കിലൂടെ നടക്കുന്നതിലും ഒരു ഗുണമുണ്ട്, ലേഡീസ് ഉള്ള ഏരിയയിൽ റാം വരില്ല. അങ്ങനെ തിരിച്ചിറങ്ങി നടക്കുന്ന ദേവിയുടെ കൂടെ റാം വീണ്ടും കൂടുമ്പോൾ അവൾക്കറിയേണ്ടത് തൻ്റെ മരണവാർത്ത പറയാൻ എന്തുകൊണ്ട് ഇവൻ തന്നെ വന്നു എന്നാണ്. എന്തായാലും ഒരാഴ്ചക്കുള്ളിൽ മരിക്കുമെന്നല്ലേ പറഞ്ഞേ, അപ്പോൾ മരിച്ചിട്ടുവാ. ഇപ്പോൾ പോകുന്ന പുച്ഛഭാവത്തോടെ നടക്കുന്ന ദേവിയെ വിശ്വസിപ്പിക്കാൻ റാം ചെയ്യുന്ന എന്താണെന്നറിയോ? അവൻ നേരെ അവളെ ഒരു ആശുപത്രിയിലെ എമർജൻസി ബ്ലോക്കിലേക്ക് കൊണ്ടുപോയി അവിടെ ആക്സിഡൻറ്റിൽ ക്രിട്ടിക്കലായി കിടക്കുന്ന ഒരാളെ രക്ഷിക്കാൻ പരിശ്രമിക്കുന്നിടത്തേക്ക് കൊണ്ടുപോയി നിർത്തുവാണ്. ഇതിനടുത്തായി മാറി ഒരാൾ നിൽപ്പുണ്ടേ. റാം അയാളുടെ അടുത്തേക്ക് പോയി കയ്യിലൊരു ലെറ്റർ ഉണ്ട് കേട്ടോ, അത് മേടിച്ച് അങ്ങനെ നിൽക്കുവാണ്. പിറകെ നിന്നത് കണ്ടുകൊണ്ടിരിക്കുന്ന ദേവിയും. അവർക്ക് ഈ ഹോസ്പിറ്റൽ ബീപ് സൗണ്ടും തത്രപ്പാടും എല്ലാം കാണുമ്പോൾ മൈൻഡിൽ വേറെന്തൊക്കെയോ ചിന്തകളാണ്. അതാരെക്കുറിച്ചായിരിക്കും എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അങ്ങനെ അധികം വൈകാതെ തന്നെ കിടന്ന അയാളുടെ ഹേർട്ട് ബീറ്റ് നിന്നിരിക്കുവാണ്. തുടർന്ന് ശരീരം കിടക്കുമ്പോൾ മുന്നിൽ വന്ന് നിൽക്കുന്ന ആത്മാവിനോട് റാം ആ ലെറ്റർ വായിച്ചൊരു സ്റ്റേറ്റ്മെൻ്റ് എന്ന പോലെ അയാളുടെ പേരും ജനനവും ഇപ്പോൾ ഔദ്യോഗികമായി മരണപ്പെട്ടിരിക്കുന്നു എന്നും പറഞ്ഞ് അത്രയും നേരം കാത്തു നിന്നിരുന്ന അയാളുടെ വഴികാട്ടിക്ക് കത്ത് തിരിച്ചു നൽകി പോകുമ്പോൾ ദേവിക്കും ഇതെല്ലാം വെറും തോന്നലല്ലായിരുന്നു എന്നുള്ള തിരിച്ചറിവ് ഉണ്ടാവുകയാണ്. ഒരാഴ്ചയ്ക്കുള്ളിൽ മരിക്കുമെന്ന് പറഞ്ഞു. അതെങ്ങനെ ആയിരിക്കുമെന്ന് അവൾക്കതൊന്നും അറിയണം. അക്കാര്യം റാമിന് അറിയത്തുമില്ല. ശേഷിക്കുന്ന സമയം ഇനി എന്ത് ചെയ്യാനാണെന്ന് ചോദിച്ചാൽ ഉറങ്ങിത്തീർക്കുക എന്നാണ് അവളുടെ റീപ്ലൈ. ഇത് കേൾക്കുന്ന റാമിന് അത്ഭുതം. ഇഷ്ടമുള്ള സ്ഥലത്ത് പോകണമെന്നോ, ഫുഡ് കഴിക്കണമെന്നോ, സ്പെൻഡ് ചെയ്യണമെന്നോ, അല്ലെങ്കിൽ പിടിതരത്ത് ഏതെങ്കിലും മാത്സ് സോൾവ് ചെയ്യണമെന്നോ ഒരാഗ്രഹവുമില്ലേ? അതായിരുന്നു നിൻ്റെ ആഗ്രഹം എന്ന് ചോദിക്കുന്ന ദേവിയോട് അവൻ പറയുന്നത് അത് മാത്രമായിരുന്നില്ല എന്ന്. കാരണം അവൻ മരിക്കുന്നതിന് മുമ്പ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു ബക്കറ്റ് ലിസ്റ്റ് അഥവാ വിഷ് ലിസ്റ്റ് ഉണ്ടാക്കിയിരുന്നു. ആ ബുക്ക് ഇപ്പോൾ കയ്യിൽ കൊണ്ട് നടക്കുവാണ്, പ്രാപ്തമാക്കാൻ കഴിയാഞ്ഞതിൽ. നിലവിൽ ഒരു താല്പര്യവുമില്ലാതെ വിരക്തമായിരിക്കുന്ന ദേവിയെ ഇത് കാണിക്കുമ്പോൾ അതിലുള്ള ഓരോ സില്ലി ആഗ്രഹങ്ങൾ വായിച്ചു നോക്കുന്നു. CID മൂസിലെ പോലെ 2 പേർക്ക് ഒരുമിച്ച് ചവിട്ടാവുന്ന സൈക്കിളിൽ പോവുക, ഒരു ഓർക്കസ്ട്ര കൺസേർട്ട് കാണുക, നോർത്ത് പോളിലിരുന്ന് റാമൻ നൂഡിൽസ് കഴിക്കുക,
അങ്ങനെ കുറേ ആഗ്രഹങ്ങൾ. നമുക്കൊരുമിച്ച് ഈ ആഗ്രഹങ്ങൾ നിറവേറ്റിക്കൂടിയെന്ന് ചോദിക്കുന്ന കേട്ട് ദേവി ആഗ്രഹങ്ങളെല്ലാം വായിച്ചു നോക്കി. ഇതെല്ലാം നീ തന്നെ ഒറ്റയ്ക്ക് പറ്റുമെങ്കിൽ ചെയ്യുമെന്ന് പറഞ്ഞ് തിരിയുന്നതും റാം ചോദിക്കുവാണ്, എനിക്ക് വേണ്ടി നീ ചെയ്യില്ലേ? നമുക്ക് വേണ്ടി? ഒടുവിൽ വേറെ വഴിയില്ലാതെ ബസുവിനെ നേരിടേണ്ടി വരികയാണ് ദേവിക്ക്. നിങ്ങളിങ്ങനെ ഒഴിവുകഴിവ് പറയുന്നതിൽ എന്തോ റോങ് ഉണ്ടെന്ന് നിൽക്കുന്ന ബസുവിനോട്, അങ്ങനെയൊന്നുമില്ല, ഞങ്ങൾക്ക് റാമിനെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. പ്ലാറ്റിനം ബാക്ക് ആയതുകൊണ്ട് നല്ല രീതിയിൽ എഴുതിയെടുക്കാനുള്ള റിസ്ക്കാണ്. 99% സെറ്റായിട്ടുണ്ട് എന്നൊക്കെ ദേവിയും ചങ്കത്തിൽ നിന്ന് പറയുന്നതോടെ ബസുവിനും കുറച്ച് ആശ്വാസമൊക്കെ വന്ന്, എന്നാൽ പിന്നെ ആ 1% ഇപ്പം തന്നെ തീർത്തേക്കെന്ന് പറഞ്ഞ് ക്ലാസ്സിലേക്ക് വിളിച്ചുകൊണ്ട് പോകുന്നു. എന്തു ചെയ്യണമെന്നറിയാതെ മടിച്ച് ക്ലാസ്സിൽ ചെന്ന് ആ നീറ്റ് ആൻഡ് പെർഫെക്റ്റ് കത്തെടുത്തിട്ട് ആ ശേഷിക്കുന്ന 1% അതും ദേവി ക്ലിയർ ആക്കുന്നു. എങ്ങനെയെന്നോ, അവളുടെ കളക്ഷനിൽ കുറേ ലവ് സ്റ്റിക്കർ ചിഹ്നങ്ങളുണ്ട്. അതിൽ നിന്നൊരു പ്രത്യേക വൃത്തികെട്ട കളറെടുത്ത് കത്തിൻ്റെ താഴെ ഒട്ടിച്ചു കൊടുത്തു വിടുന്നു ശുഭം. ഒരുമിച്ചിരുന്ന് സൈക്കിൾ ചവിട്ടി നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സൈറ്റിൽ നൈറ്റിലിരുന്ന് അങ്ങനെ റാമിൻ്റെ ഓരോ ആഗ്രഹങ്ങൾക്ക് വലിയ താല്പര്യമില്ലാതെ കൂടിയിരിക്കുകയാണ് ദേവി. അവൻ്റെ ലിസ്റ്റിൽ ഏറ്റവും ഒടുവിൽ എഴുതി ചേർത്തിരിക്കുന്ന ഒന്നുകൂടിയുണ്ട്, അമ്മയൊന്ന് കാണണം. ദേവി ഇതെല്ലാം വായിച്ച് അവനോട് ഓക്കെ പറഞ്ഞിരിക്കുന്നത് ഒരു നിബന്ധന വെച്ചിട്ടാണ് കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ അവൻ ഏതെങ്കിലും ഒരു 10 ആഗ്രഹങ്ങൾ തീർക്കാൻ കൂടെ നിന്നാൽ മതി. ആഗ്രഹങ്ങൾ തീർന്നാൽ പിന്നെ മുന്നിൽ കാണാൻ പാടില്ലെന്നാണ് ദേവിയുടെ കണ്ടീഷൻ. വെറുതെ വിട്ടേക്കണം, കൂടെ നടക്കരുത്. വിമിഷ്ടത്തോടെ ആണേലും റാം അതിന് ഓക്കെ പറഞ്ഞാണിപ്പോൾ പ്രൊജക്ടറിൽ അന്റാർട്ടിക്ക വിഷ്വൽസും ഇട്ട് രാമൻ നൂഡിൽസ് കഴിച്ച് ഇരുവരും ആ നോർത്ത് പോൾ വിഷയം സഫലീകരിക്കുന്നത്. അങ്ങനെ പല ആഗ്രഹങ്ങൾ നടത്തി വരുന്നത് വഴി വരുന്ന മറ്റൊന്ന് ഓർക്കസ്ട്ര കൺസേർട്ട്. തീരുമ്പോൾ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞ് മയങ്ങാണ്ടിരിക്കുന്ന ദേവിയും ആസ്വദിക്കുന്ന റാമും. കിട്ടാത്ത മുന്തിരി പുളിക്കുമെന്ന് കേട്ടിട്ടില്ലേ? അതുപോലെ കത്തെഴുതി കൊടുത്ത ശേഷമുള്ള ദേവിയുടെ റൂട്ട് എങ്ങനെയെന്ന് വെച്ചാൽ ഒരു തരത്തിൽ പറഞ്ഞാൽ ലവർ ആവുന്നതിലും നല്ലത് ഫ്രണ്ടായി തന്നെ ഇരിക്കുന്നതാണെന്നായിരുന്നു. കാരണം ലവറായാൽ പിന്നെ അതിൻ്റെ പേരിലുള്ള സൗന്ദര്യപ്പിണക്കം, സ്കൂൾ വിട്ട് 2 കോളേജിലോട്ടായാൽ പിന്നെ അവിടെ പുതിയ ഗേൾ ഫ്രണ്ട്, അവസാനം അടുത്തുള്ള ബ്രേക്കപ്പ്, അങ്ങനെ. ഇതിപ്പോൾ ഫ്രണ്ടായി അങ്ങനെ അങ്ങ് പോയാൽ വർഷം കഴിഞ്ഞാലും നൈസായിട്ടാണ് കൊണ്ടുപോകാം. ജനലോരത്തിരുന്ന് ചങ്കത്തിയുമായി ഇങ്ങനെ പറഞ്ഞു നിൽക്കേ അതുകൊണ്ട് കറക്റ്റായി അവരുടെ മുന്നിൽ വെച്ച് തന്നെ ബസ് റാമിന് കത്ത് കൊടുക്കാൻ പോണു. ഇത് ദേവിക്ക് സഹിക്കണില്ല. ഇത്രയും പറഞ്ഞുകൊണ്ടിരുന്ന അവൾ ഇത് കാണുന്നതും ക്രച്ചസ് പോലും എടുക്കാതെ താഴേക്ക് ഒരു തരത്തിലോടി പാഞ്ഞെത്തി ലവ് ലെറ്റർ കൊടുക്കാൻ പോണ ആ മൊമെന്റിലെത്തി വേണ്ടാന്നും പറഞ്ഞ് വീഴുന്നതും ഇരുവർക്കും അമ്പരപ്പ്. എന്ത് വേണ്ടെന്നാ? എന്ത് പറ്റി ദേവി എന്ന് നോക്കുമ്പോൾ എന്ത് പറയണമെന്ന് അവൾക്ക് കൺഫ്യൂഷനും. റാം, എനിക്ക് നിന്നെ ഇഷ്ടമാണ്. അങ്ങനെ പറഞ്ഞാലോ? വേണ്ട. ഇനി അവൻ ബസുവിനെ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ ചമ്മോ. ബസുവിനെ ഇഷ്ടമാണെന്ന് പറഞ്ഞാലോ? വേണ്ട, അത് ചിലപ്പോൾ ശരിയാവില്ല. പൊറിഞ്ചുവിനെ കണക്റ്റാക്കി അവൻ ഒറ്റയ്ക്കാവുമെന്ന് പറഞ്ഞാലോ? അങ്ങനെ അവിടെ നിന്ന് ഓരോന്ന് ആലോചിച്ച് സ്റ്റക്കായി നിൽക്കുന്നത് കാണുന്ന റാമും ബസുവും എന്തെങ്കിലും ഒന്ന് പറയുമെന്ന് പ്രേരിപ്പിക്കുന്നതും അവൾ ഉള്ളതങ്ങ് പറയുവാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് ഇത്രയും പറഞ്ഞ ഉള്ള ബോധം കൂടി പോയി ദേവിയെ റാം ചുമന്ന് ക്ലിനിക്കിലെത്തിച്ചിട്ട് അവനും കുറേ ദുരൂഹത. അന്ന് ബാത്റൂമിൽ നിന്ന് വീണ ശേഷം എന്തോ കുഴപ്പം പറ്റിയിട്ടുണ്ട്. വല്ല ബൈപ്പോളർ ഡിസോർഡർ മറ്റോ ആണോ നോക്ക് ഡോക്ടറെ. ഇതെല്ലാം ഇപ്പോൾ കൺസേർട്ടിലിരുന്ന് ഓർക്കുമ്പോൾ ഒരു നേരം പോക്കാണ്. ഒരു ദിവസം മൊത്തം റെസ്റ്റ് എടുത്ത് രാത്രി തിരികെ വീട്ടിലേക്ക് നടന്നിരുന്ന ദേവിക്കടുത്ത് റാമെത്തി സ്ഥിതി തിരക്കിയിട്ട് തനിക്കൊരു ലെറ്റർ എഴുതി തരാൻ ആവശ്യപ്പെട്ടു. ദേവിയോ ആകെ മൂഡ് ഔട്ടായതുകൊണ്ട് ഞാൻ എഴുത്ത് നിർത്തിയെന്ന് പറഞ്ഞെങ്കിലും അവസാനമായി ഇതുകൂടി എഴുതെന്ന് പറഞ്ഞ് മാറ്ററും കൊടുത്തു പോയി. ദേവി വീട്ടിലെത്തി മോങ്ങലോട് മോങ്ങൽ. കാരണം ഇത് ബസുവിനുള്ള റാമിൻ്റെ റീപ്ലൈ ലെറ്റർ ആണെന്നാണ് അവളുടെ ഊഹം. അതിന് റീസണുണ്ട്. റാം മാറ്ററിൽ പേര് കൊടുത്തിട്ടില്ല, ഇനിഷ്യൽ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഒഴിവാക്കാനായിട്ട് അറക്കുന്ന റേറ്റ് പറഞ്ഞാലും എങ്ങനെയും അത് ഒപ്പിച്ചു തരാമെന്ന് പറഞ്ഞാണ് റാം പോയിരിക്കുന്നത്. അപ്പോൾ അത്രത്തോളം ഇമ്പോർട്ടൻസ് ആണ് ഈ കത്തെന്നുള്ള സങ്കടം വേറെ. അങ്ങനെ അടുത്ത ദിവസം എഴുതി സെറ്റാക്കിയ കത്ത് കൊടുക്കുമ്പോൾ അവളതിൽ ഇനിഷ്യലിന് പകരം പ്രിയപ്പെട്ട ബസുവിന് എന്നാണ് എഴുതി കൊടുത്തിരിക്കുന്നത്. ഇത് കാണുന്ന റാം എന്തിനാ ഇങ്ങനെ എഴുതിയെന്ന് ചോദിച്ച് തുടങ്ങുന്നതും ദേവിക്കൊരു വലിയ റിലീഫ് ഉണ്ടാവുകയാണ്. കാരണം റാമിനത് അവൻ്റെ അമ്മയ്ക്ക് കൊടുക്കാനുള്ള ഒരു കത്താണ്. അമ്മയുടെ ബർത്ത്ഡേയുടെ അന്ന്. ശ്വാസം നേരെ വീഴുന്ന ദേവിയുടെ പിന്നത്തെ സന്തോഷം ഒന്ന് കാണണം. അതിനിടയ്ക്ക് അവൾ ബസുവിൻ്റെ കാര്യം തിരക്കുന്ന വഴി അറിയുന്നത് റാം ആ പ്രപ്പോസലെ നൈസായി അങ്ങ് ഒഴിവാക്കി. ഫൈനൽ എക്സാംസ് അടുത്ത് വരുവാണ്. മാർക്ക് മേടിക്കുക, സ്കോളർഷിപ്പ് നേടുക, അതാണ് ലക്ഷ്യം. ഇതിനിടയ്ക്ക് വേറെ ഒരു പരിപാടിയും വേണ്ടെന്ന തീരുമാനത്തിൽ അവൻ ബസുവിനെ ഒഴിവാക്കിയതറിഞ്ഞ സന്തോഷത്തിൽ ക്യാഷ് മേടിക്കാതെ ആ കത്ത് മേടിച്ച് വേറെ അടിപൊളി ഒരു ലെറ്റർ എഴുതി തരാമെന്ന് പറഞ്ഞ് അവൾ ഓടിപ്പോകുന്നു. അത്രത്തോളം ഒരു അഫക്ഷൻ കൊണ്ടു നടന്നിരുന്ന ദേവി ഇപ്പോൾ റാമിൻ്റെ വിഷ് ലിസ്റ്റിലെ അടുത്ത പരിപാടിക്ക് ഇറങ്ങുവാണ്. പാരാഗ്ലൈഡിങ്. ഹെൽമറ്റൊക്കെ വെച്ച് സെറ്റായി നിൽക്കുമ്പോൾ അടുത്ത പ്രശ്നം, ഇതിപ്പോൾ നീ മാത്രമേ പോണുള്ളൂ, ഞാനില്ല എന്ന് റാമിൻ്റെ സംസാരം. വെപ്രാളപ്പെട്ട് നിൽക്കുന്ന ദേവിയെ ഗൈഡ് പിടിച്ച് നേരെ താഴ്ചയിലേക്ക്. സകല ദൈവങ്ങളെയും വിളിച്ച് ഒരു തരത്തിൽ പറന്ന് ലാൻഡിങ് നടത്തി കഴിയുമ്പോൾ ഒരു പ്രത്യേക സുഖം. സംഭവം കഴിഞ്ഞല്ലോ. മാത്രമല്ല നല്ല രസവും ഉണ്ടായിരുന്നു, പേടിയാണെങ്കിലും. അങ്ങനെ പാരാഗ്ലൈഡിങ്ങും ചെയ്ത സന്തോഷത്തിൽ നിന്ന് ചുറ്റും നോക്കുമ്പോൾ എന്നാൽ റാമിനെ കാണാനില്ല. അവൾ ചുറ്റും നോക്കി പരിഭ്രമത്തോടെ റാമിനെ വിളിച്ച് നടക്കുന്നു. ഒടുവിൽ ഞാൻ ഇവിടെ ഉണ്ട് റാം എന്ന് റാം ദേവിയുടെ പിറകിൽ നിന്ന് പറയുമ്പോൾ അവൾക്കും ഒരു സമാധാനം. എന്താ ഞാൻ പോയെന്ന് കരുതിയോ? എന്നെ മിസ് ചെയ്തോ? അതൊക്കെ പോട്ടെ, ഇപ്പോൾ കഴിഞ്ഞത് എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയല്ലേ എന്ന് റാം നിൽക്കുന്നതിലും ദേവിക്ക് പരിഭവം. ഇത് ഫണ്ണിയല്ല ഇങ്ങനെ മുമ്പിൽ വരാതെ മറിഞ്ഞു നിൽക്കുന്നത്. എന്തൊക്കെ പറഞ്ഞാലും ഉള്ളിലുള്ള സ്നേഹം ദേവിക്ക് ഇപ്പോഴും റാമിനോട് പ്രകടിപ്പിക്കാതിരിക്കാൻ സാധിക്കുന്നില്ല എന്ന് കാണിച്ചു തരുന്നതാണ് ഈ സംഭവമല്ല. പക്ഷേ ഇത്രയും നേരം നമ്മളറിയാതെ പോയ വേറൊരു മാരക സംഭവമുണ്ട് കേട്ടോ. അതെന്താണെന്നറിയോ? ഈ സൈക്കിളിൽ ഒന്നിച്ച് ചവിട്ടുക, രാത്രി അടിപൊളി സൈറ്റിലിരിക്കുക, ഓർക്കസ്ട്ര കൺസേർട്ട്,
പാരാഗ്ലൈഡിംഗ്. ഇതെല്ലാം സത്യത്തിൽ ആരുടെ ആഗ്രഹങ്ങളാണെന്നറിയോ? സ്കൂളിലിരുന്ന് പഠിച്ചെല്ലാം കഴിഞ്ഞുള്ള ജീവിതത്തിലെ ആഗ്രഹങ്ങളെപ്പറ്റി കൂട്ടുകാരുമായി സൊറ പറഞ്ഞിരുന്ന ദേവിയുടെ മനസ്സിൽ നിന്ന് വന്ന ആഗ്രഹങ്ങളാണിത്. അതെല്ലാം കേട്ട് പിറകിലൊരു സീറ്റിലിരിക്കുന്ന റാമു. അപ്പോൾ അവൾ പറഞ്ഞ ആ ആഗ്രഹങ്ങളാണ് അന്ന് റാം മനസ്സിൽ വെച്ചതും ഇപ്പോൾ തൻ്റെ എന്ന പോലെ വിഷ് ലിസ്റ്റായി എഴുതി ദേവിയെ കൊണ്ട് ചെയ്യിക്കുന്നതും. ഇക്കാര്യത്തിൽ റാം നമ്മളെ ഒന്ന് ഇമോഷണലാക്കി. ഈ പാവത്തിൻ്റെ ഫ്യൂണറലിന് സ്കൂളാകെ സാക്ഷിയാകേണ്ടി വന്നു എന്നത് വളരെ ദുഃഖകരം. 2 ദിവസമായി സ്കൂളിൽ വരുന്നില്ലായിരുന്നുവെന്നും പേര് സ്വിച്ച് ചെയ്തുകൊണ്ടാണ് അവൻ മരണപ്പെട്ടതെന്നും ഓരോരുത്തർ പറഞ്ഞ് റാമിൻ്റെ ബോഡിക്ക് പിറകെ നടക്കുമ്പോൾ വിദൂരത്തിൽ നിന്ന് വിതുമ്പുന്ന ദേവിയും. ഈ 2ാം എപ്പിസോഡിൽ തന്നെ നമുക്കുള്ളിൽ ഇത്തരത്തിലുള്ള ഇമോഷണൽ വൈവ് എടുപ്പിക്കുന്നുണ്ടെങ്കിൽ ഇനി അങ്ങോട്ടപ്പോൾ എന്തായിരിക്കും ഈ ലവ് ഡ്രാമയിൽ? വേ ബാക്ക് ലവിൻ്റെ ഈ എപ്പിസോഡ് തുടങ്ങുന്നത് റാമും അവൻ്റെ അമ്മയും മറ്റൊരിടത്ത് നിന്നും ഇപ്പോഴുള്ള ആ പ്രദേശത്തേക്ക് താമസം മാറി വന്നിരുന്ന ആ ഒരു ടൈമിൽ നിന്നാണ്. റാമിൻ്റെ കാര്യം നോക്കിയാൽ അവൻ്റെ അച്ഛന് എന്ത് പറ്റിയെന്നറിയില്ല. പക്ഷേ ഈ മൈഗ്രേഷനും സ്കൂളിലേക്ക് വരുമ്പോൾ വർഷം തോറുമുള്ള പേഴ്സണൽ ഡീറ്റെയിൽസ് ഫിൽ ചെയ്യുമ്പോഴുമെല്ലാം അവൻ്റെ ആ ഒരു നഷ്ടബോധം എപ്പോഴും ഉള്ളൊരു വിങ്ങലായി ഉണ്ട്. എന്തായാലും സാഹചര്യവുമായി ഒത്തുചേർന്ന് അങ്ങനെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കെ ദേവി അറിയുന്ന ഒരു കാര്യം, അവൻ്റെ അമ്മ ഇങ്ങനെ ഇരിക്കുന്നതിലും ആൾ ചില്ലറക്കാരിയല്ല, നല്ലൊരു പെയിൻറ്റിങ് ആർട്ടിസ്റ്റാണ് ആയിരുന്നു എന്ന് പറയാം. ഇപ്പോൾ ആ ഇൻട്രസ്റ്റ് എല്ലാം പോയി പെയിൻറ്റിങ്സ് ഒക്കെ ഒഴിവാക്കാനായി റാമിനെ വിൽക്കാനേപ്പിച്ച് അവൻ നിൽക്കുന്നിടത്തേക്ക് ദേവി എത്തുമ്പോഴാണ് ഈ സംഭവം അറിയുന്നത്. ദേവിക്ക് പെയിൻറ്റിങ്ങിനോട് നല്ല ക്രേസ് ആണെങ്കിലും അവളുടെ സ്റ്റൈൽ വേറെയാണ്. ദേവി അച്ഛനെ കൊണ്ട് ചിത്രം എടുപ്പിച്ച് വീട്ടിൽ തൂക്കിക്കുമ്പോൾ അവളുടെ പ്ലാൻ വേറെയാണ്. അടുത്ത ദിവസം കാത്തു നിന്ന് റാമിൻ്റെ അമ്മയെ കണ്ട് പറയുന്നത് വര പഠിപ്പിക്കാൻ. അത് ഈ പ്രായത്തിൽ സ്വയം പഠിക്കാവുന്നേ ഉള്ളൂ എന്ന് പറയുന്നതിലും അവൾക്ക് പഠിപ്പിച്ചു കൊടുത്തേ മതിയാവും. പൊതുവെ പഠിത്തത്തോട് താല്പര്യമില്ലാത്ത ദേവി അങ്ങനെ പടം വരപ്പിൽ ലയിക്കുമ്പോൾ സമയം നോക്കാതെ എപ്പോഴും ഇതിൽ തന്നെ. അങ്ങനെ ചിരിയും കളിയുമൊക്കെ +2 വരെ എത്തിയിരിക്കുന്നു. ഒരു രാത്രി ദേവിയുടെ പ്രാക്ടീസിനായി റാമിൻ്റെ അമ്മ അവൻ്റെ കയ്യിലേക്ക് ഒരു ഗ്ലാസ് വെച്ച് അനങ്ങാതിരിക്കാൻ പറഞ്ഞിട്ട് ഫുഡ് മേടിക്കാൻ പോകുമ്പോൾ വീട്ടിൽ ഇവർ 2 പേരും മാത്രം. ഗ്ലാസ് നോക്കി പടം വരച്ചുകൊണ്ടിരിക്കെ എൻ്റെ മൂക്ക് ചൊറിയണമെന്ന് റാം. അവൻ ദേവി നോക്കിയിരിക്കുമ്പോഴോ എന്നെ നോക്കാതെ വേറെ എങ്ങോട്ടെങ്കിലും നോക്ക്, ഇല്ലെങ്കിൽ ഫോക്കസ് പോകുമെന്ന് അവൾ. അങ്ങനെ റാം വീണ്ടും അവളെ ഇടം കണ്ടിട്ട് നോക്കുന്ന വഴി 2 പേരും ചെറിയ വഴക്കിൽ ബാൽക്കണിയിൽ പോയി നിൽക്കുമ്പോൾ പെട്ടെന്നൊരു ഷൂട്ടിംഗ് സ്റ്റാർ പോകുന്നത് കാണുന്ന ദേവി ദോ അങ്ങോട്ട് നോക്ക് എന്ന് പറയുന്നതിൽ റാം നോക്കുമ്പോഴേ പോയി കഴിഞ്ഞു. ഷൂട്ടിംഗ് സ്റ്റാർ റൊമാൻറ്റിക് ആണെന്നൊക്കെ ദേവി പറഞ്ഞുകൊണ്ട് നിൽക്കെ റാം പറയുവാണ്, ഇതിപ്പോൾ നമ്മൾ 2 പേരും ഒരുമിച്ച് നിന്നപ്പോൾ പോയതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന്. ദേവി അമ്പരന്ന് നോക്കി നിൽക്കെ ഇല്ല ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല പറഞ്ഞേ എന്ന് നിൽക്കുന്നതിലും അവളോടി ഒരു ഒറ്റ പോക്ക്. ഓടിപ്പോയത് തീർച്ചയായും വിഷമം കൊണ്ടൊന്നുമല്ല. വീട്ടിൽ പോയി അവൾ ആലോചിക്കുന്നത് എന്നാലും അവൻ ഒറ്റയടിക്ക് ഇങ്ങനെ അങ്ങ് പറഞ്ഞെന്താ, ഇവൾക്ക് അവനോട് താല്പര്യമുണ്ട്, അതുകൊണ്ട് ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ ദേവിക്ക് എന്തോ ഒരു കുളിരി. ആ രാത്രി അവൾ നല്ല സെറ്റപ്പായിട്ട് റാമിന് ഒരു ലവ് ലെറ്റർ എഴുതുന്നു. നല്ല അടിപൊളി കൈയക്ഷരത്തിൽ കത്തെഴുതി കയ്യിലെ ഏറ്റവും ബെസ്റ്റ് ലവ് സ്റ്റിക്കറും അതിനെ പുറത്തൊട്ടിച്ചൊരു തുറന്നു പറച്ചിലിന് റെഡിയാകുന്ന ഫ്ലാഷ് ബാക്കിൽ നിന്ന് ഇപ്പോഴത്തെ സിറ്റുവേഷനിലേക്ക് വരുമ്പോൾ റാം ദേവിയെ മറ്റൊരാഗ്രഹം എന്ന് പറഞ്ഞ് എത്തിച്ചിരിക്കുന്നത് അവർ പഠിച്ച സ്കൂൾ പരിസരത്ത്. ഒരു താല്പര്യവുമില്ലാണ്ടിരിക്കുന്ന ദേവിയെ കണ്ട് എന്തൊരു ബോറൻ സ്വഭാവമാണ് ഇപ്പോഴൊക്കെ എന്ന് റാം അവൻ്റെ പേര് വെച്ച് ദേവിയെ വിളിച്ച് പള്ളു പറഞ്ഞ് നിൽക്കുമ്പോൾ ഇവിടിപ്പോൾ വീണ്ടും എന്തിനാ കൊണ്ടുവന്നിരിക്കുന്നതെന്ന് അവൾ. എന്തെങ്കിലുമൊക്കെ ചെയ്തു തീർക്കാൻ കാണില്ലേ അവിടെ, നിനക്ക് വേണ്ടി വന്നതാണ് ഇവിടെ, ഒന്നുമില്ലെങ്കിൽ 4 വർഷം പഠിച്ചതല്ലേ, സീനിയേഴ്സിനോടോ ജൂനിയേഴ്സിനോടോ ടീച്ചേഴ്സിനോടോ ആരോടെങ്കിലും യാത്ര പറയാൻ കാണില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഒന്നും ചെയ്യാനില്ലെന്ന് നടക്കുന്ന ദേവി ഒരാളെ ഇടിച്ചിരുന്നു. സോറി പറഞ്ഞ് സാധനങ്ങൾ പെറുക്കിയെടുക്കുമ്പോൾ ആ ലേഡിക്ക് ദേവിയെ മനസ്സിലായി. അവർ ദേവിയുടെ 2 വർഷം സീനിയറായി സ്കൂളിൽ പഠിച്ചതായിരുന്നു നീന. അവളെ സഹായിച്ച് സാധനങ്ങളൊക്കെ അവരുടെ ഒരു ഓഫീസിലേക്ക് കൊണ്ടുവച്ച് പോകാൻ നിൽക്കെ വന്നിട്ട് എന്തേലും കുടിച്ചിട്ട് പോകാമെന്നും ഉടനെ എൻ്റെ കൂട്ടുകാർ വരും, കുറച്ചേരം നിന്നാൽ അവർക്ക് നിന്നെ ഇപ്പോൾ ഒന്ന് കാണാമല്ലോ എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ അവിടെ സത്യത്തിൽ പോസ്റ്റേഴ്സും സൈൻ ബോർഡും ഒക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുന്ന പരിപാടിയാണ്. റാം അവിടെയുള്ള പെയിൻറ്റിങ്സ് കണ്ട് എക്സൈറ്റഡായി ഇത് നോക്കിയെന്ന് ദേവിയെ തൊല്ലപ്പെടുത്തുമ്പോൾ അവൾ അതിനടുത്തേക്ക് വന്ന് നോക്കുന്നത് കണ്ട് നീന ഇതെല്ലാം വിൽക്കാനുള്ളതാണെന്ന് പറഞ്ഞങ്ങനെ എടുത്തു കാണിക്കെ പെട്ടെന്ന് എല്ലാം കൂടി ചരിഞ്ഞ് താഴെ വെച്ചിരുന്ന പെയിൻറ്റും അതിൽ പടർന്ന ആകെ കുളമായ അവസ്ഥ. ഇതേ സമയം കൂട്ടുകാർ അവിടെത്തി അങ്ങനെ പറ്റിയ അബദ്ധത്തിൽ പെയിൻറ്റിംഗ് എല്ലാം വിമിഷ്ടത്തോടെ തുടച്ചു കളയാൻ ശ്രമിക്കെ ദേവിയെ കണ്ട് ഇവളെന്താ ഇവിടെ, പണ്ടേ ഒന്നും ഇഷ്ടമില്ലാത്തവളല്ലേ എന്നുള്ള ടോക്ക് ഇട്ട് അവൾക്ക് തലച്ചൂടായി നേരെ ചെന്നൊരു കുളമായ പെയിൻറ്റിംഗ് കാട്ടി ഇത് ഹോട്ടലിലെ മെനു ബോർഡല്ലേ എന്ന് ചോദിച്ച് ഉറപ്പുവരുത്തി അവളുടേതായ ശൈലിയിൽ അത് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെ പ്രശ്നം നൈസായി ഡീൽ ചെയ്ത് ഹോട്ടൽ തൂക്കവേ കുറച്ച് സ്കൂൾ കുട്ടികൾ അവരുടെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഒരു ബോർഡ് കൊടുക്കുമെന്ന് ചോദിച്ചെത്തുന്നതോടെ അവിടെ വീണ്ടും ദേവി ടാസ്ക് ഏറ്റെടുത്ത് കുറച്ച് തെളിച്ചമൊക്കെ വരുവാണ് ജീവിതത്തിലിപ്പോൾ. റാം ആഗ്രഹിച്ചതും ഇവളുടെ സന്തോഷവും ഇതുമൊക്കെ തന്നെയെന്ന് ഉറപ്പല്ലേ. അങ്ങനെ അവരുമൊത്ത് ആ ദിവസം വിഷമങ്ങളൊക്കെ മറന്ന് സ്പെൻഡ് ചെയ്ത് രാത്രി ഡിന്നർ ടൈമിൽ നീന വീണ്ടും വന്നിരുന്ന് കൂടി ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ വല്ലപ്പോഴുമൊക്കെ ഇവിടേക്ക് വാടോ രസമല്ലേ എന്ന് താല്പര്യപ്പെടുമ്പോൾ എന്നാൽ ദേവിക്ക് ഇവിടെ രസത്തിന് ചെയ്തതൊക്കെ പ്രശ്നങ്ങൾ വരുത്തിയിട്ടേ ഉള്ളൂ എന്ന് നീനയോട് പറയുന്നു. നെയിം സ്വിച്ചിങ് അവിടെ ഒരു ഫണ്ണായിരുന്നല്ലോ. സ്കൂളിൽ റാമും പൊറിഞ്ചുവും ദേവിയും ചങ്കത്തിയും തമ്മിലുള്ള ബോണ്ടിങ് ഒക്കെ നല്ലോണം മെച്ചപ്പെട്ടിരിക്കെ റാമിന് വരുന്നൊരു ഞെട്ടൽ എന്തെന്നാൽ പൊറിഞ്ചുവിൻ്റെ ഇപ്പോഴത്തെ നോട്ടം ദേവിക്കടുത്ത്. നീ അവളുടെ ചങ്കത്തിയല്ലേ മുമ്പ് നോക്കിയെന്ന് ചോദിക്കുമ്പോൾ അവനിപ്പോൾ റൂട്ട് മാറ്റിയിരിക്കുകയാണ്. റാമിന് കുറച്ച് ഫീലൊക്കെ വരുന്നതിലും അഫെക്ഷൻ തുറന്നു പറഞ്ഞിട്ടില്ലല്ലോ. പൊറിഞ്ചുവുമായുള്ള അവൻ്റെ സൗഹൃദവും ഒരുമിച്ച് കളിച്ചും ചിരിച്ചുമൊക്കെ ദൃഢമാവുമ്പോൾ ഒരു രാത്രി സ്കൂൾ കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തുമ്പോൾ റാമിൻ്റെ അമ്മ കുറച്ച് ഡെസ്പാണ്. ഒന്നുമില്ലെന്ന് പറയുന്നതിലും അവിടെ വാടക വീട് എഴുതാനുള്ള നോട്ടീസ് കീറിയിട്ടിരിക്കുന്നത് കാണാം. അമ്മ സന്തോഷത്തിൽ മകന് പുതിയൊരു കോട്ട് മേടിച്ചെന്നും നല്ല വിലക്കുറവ് കൊണ്ട് മേടിച്ചതാണ്. മാത്രമല്ല ആ കുട്ടി ദേവിയുടെ അച്ഛനോടും ഇതേക്കുറിച്ച് പറഞ്ഞു. നിനക്ക് നല്ലോണം ചേരും മോനെ എന്ന് നിൽക്കുന്നു.
അടുത്ത ദിവസം ഈ കോട്ടിട്ട് ക്ലാസ്സിൽ ചെല്ലുന്നതും അതേ സെയിം കോട്ടിട്ട് നിൽക്കുന്ന ദേവിയും. ക്ലാസ്സിലെ ബാക്കിയുള്ളവർക്ക് പിന്നെ ഇതിൽ കൂടുതൽ എന്തെങ്കിലും വേണോ? അവരെല്ലാം കൂടി ഇവരെ ഇട്ട് വാരുവാണ്. റാമും ദേവിയും ഡേറ്റിങ്ങിലാണ്, ഇവർ തമ്മിൽ ലൈനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അങ്ങനെയൊന്നുമില്ലെന്ന് ഇരുവരും പറയുന്നതിലും പിള്ളേർക്ക് വിലസാൻ കിട്ടിയ അവസരമല്ലേ. അവരെ ബൂസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതും നമ്മുടെ പൊറിഞ്ചു അങ്ങോട്ടേക്ക്. ഇത് നോക്കി അന്തിച്ച് നിൽക്കെ റാം സീരിയസ് ആയി നേരെ ചെന്ന് കോട്ടൂരി അവൻ്റെ ലോക്കറിൽ വെച്ച് ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ എന്ന് ദേഷ്യത്തോടെ ഇറങ്ങിപ്പോകുന്നു. അന്ന് വൈകിട്ട് ക്ലാസ്സിലേക്ക് വരുമ്പോഴോ ദേവിയുടെ ഡെസ്കിൽ ആ കോട്ട് ഊരി വെച്ചിരിക്കുന്നത് കണ്ട് അതെടുത്ത് നിൽക്കവേ അവിടെ നിന്ന് ആ 2 ഗേൾ ഫ്രണ്ട്സിൽ നിന്ന് അറിയുന്നത് അവൾ പൊറിഞ്ചുവുമായിട്ട് എങ്ങോട്ടോ പോയിരിക്കുകയാണ്. അവർ റാമിനെ നിർത്തി ഇപ്പോൾ വായിക്കുന്നൊരു ബുക്കുണ്ട്, അതിലെ യോദ്ധാവ് സ്നേഹിക്കുന്ന രാജകുമാരിയോട് ഇഷ്ടം തുറന്നു പറയാതെ നഷ്ടമായതിൽ വിഷമിച്ചു. കാരണം നീചനായ രാജാവ് അവളെ തട്ടിയെടുത്തു. ഇപ്പോൾ റാം നീ അവളോട് പോയി ഇഷ്ടമാണെന്ന് പറഞ്ഞില്ലെങ്കിൽ പോക്കാണ് മോനെ എന്നെരി കയറ്റുന്നതും റാമിന് പൂതി കയറി എന്ത് പറയണം? ദേവി എനിക്കിതിനെ ഇഷ്ടമാണെന്ന് പറ. അവളുടെ കണ്ണിൽ നോക്കി പേര് വിളിച്ചതിനെ പറയണേ എന്നവർ പറയുന്നതോടെ റാം വെച്ച് പിടിക്കുന്നു ദേവിക്കടുക്കലേക്ക്. ദേവിയോ പൊറിഞ്ചുവുമായിട്ട് ഒരു പൂളിന് ഓരത്തിരുന്ന് ചിത്രം വരയ്ക്കുന്നു, വെള്ളം തെറിക്കുന്നതിൻ്റെ. പൊറിഞ്ചു വെള്ളം തെറ്റി കൈ കഴിച്ചിരിക്കുന്ന അവസ്ഥ. പൊറിഞ്ചു അവിട്ടിരുന്ന് അവന് വേണ്ടിയിട്ടൊരു ടാറ്റു കുത്താൻ ഡിസൈൻ ഉണ്ടാക്കി തരാനൊക്കെ പറഞ്ഞങ്ങനെ ഇരിക്കെ റാം ബസ് സ്റ്റാൻഡിലിരിക്കുവാണ് ദേവിയും കാത്ത് അവളുടെ കോട്ടുമായി. പൂളിലേക്ക് സെക്യൂരിറ്റി വരുന്ന പടെ ചാടി എണ്ണീറ്റ് നിൽക്കുമ്പോൾ ഇതാടാ നിന്റെ കാമുകയാണെന്നൊക്കെയുള്ള ചോദ്യത്തിന് കാമുകയൊന്നുമല്ല, പക്ഷേ എനിക്കിഷ്ടമാണ് ഇങ്ങനെ പറഞ്ഞ് പൊറിഞ്ചു അവളുടെ കയ്യിൽ പിടിക്കാൻ തപ്പുന്നതും അവൾ കൈ മാറ്റുന്നു. പൊറിഞ്ചു സെഡായി. ഇവൻ്റെ കോട്ടുമിട്ട് ബസ്സിൽ നിന്നിറങ്ങി വരുന്ന ദേവിയെ കാണുന്ന റാം ഇതവൻ്റെ അല്ലേ എന്ന് സംശയിക്കുമ്പോൾ സത്യമാണ്, അവനെ അവൾക്ക് ഇടാൻ കൊടുത്തതാ. റാമിൻ്റെ കയ്യിൽ നിന്ന് അവളുടെ കോട്ടും പേടിച്ച് അങ്ങനെ പോകുമ്പോൾ ദേവിയുടെ ഒരു ചോദ്യമുണ്ട്, അപ്പോൾ പൊറിഞ്ചുവിന് വേണ്ടിയായിരുന്നല്ലേ നമ്മൾ ഇത്രയും നാൾ ഒരുമിച്ച് നടന്നത്? എന്തെന്ന് മനസ്സിലാക്കി നിൽക്കുന്ന റാമിനോട് ഒന്നുമില്ലെന്ന് പറഞ്ഞ് ദേവി പോകുമ്പോൾ അവൻ പറയാൻ വന്ന ഇഷ്ടവും അവിടെ ഒരു വിങ്ങലായി. ദേവിയുടെ ഇഷ്ടം പറയാൻ എഴുതിയ കത്ത് കുപ്പയിലും. നീനയ്ക്കും കൂട്ടുകാർക്കും ഒപ്പം ചെലവഴിക്കുന്ന ദേവിക്ക് തുണയായി അവിടെ റാമും ഇരിക്കുമ്പോൾ അവരുടെ സംസാരത്തിൽ ദേവിക്ക് പണ്ടൊരു ബോയ് ഫ്രണ്ട് ഇല്ലായിരുന്നോ, ടാറ്റു ഒക്കെ ഡിസൈൻ ചെയ്ത് കൊടുത്തേ എന്ന് അവർ ചോദിക്കവേ ബോയ് ഫ്രണ്ട് അല്ല ഒരു സുഹൃത്തെന്ന് അവളും. കേൾക്കുന്ന റാമോ അമ്പടാ അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നോ, ഞാൻ അറിഞ്ഞില്ലല്ലോ എന്ന് രസകരമായ സംസാരവും. തൊട്ടപ്പുറത്ത് കുട്ടികൾ കമ്പത്തിരിയുമായി നിൽക്കുന്ന കണ്ട് റാം ചാടി എണീറ്റ് പോകുന്നതിൻ്റെ പിറകെ ദേവിയും എവിടെ പോവാന്ന് ചോദിച്ച് പിറകെ നടക്കുന്നു. കുട്ടികൾ കമ്പത്തിരി ഒരുമിച്ച് കത്തിക്കാനായി കൗണ്ട് ഡൗൺ നടത്തുന്നത് കേട്ട് ദേവിയിൽ മിന്നി മറയുന്ന ചില ഓർമ്മകൾ. പൊറിഞ്ചുവും ചങ്കത്തിയും ഒത്തിരുന്ന് പ്രതീക്ഷയുടെ ഒരു ആചാരമായ ലൈറ്റിംഗ് ഫെസ്റ്റിവലിനെ കുറിച്ചൊക്കെയുള്ള മെമ്മറി. അവൾ അസ്വസ്ഥയായി ദൂരേക്ക് മാറിപ്പോകുമ്പോൾ ക്ലാസ്സിൽ റാമിൻ്റെ മരണത്തിന് ശേഷവും ഇതേപോലെ അസ്വസ്ഥമായിരുന്നു. ക്ലാസ്സിൽ ഓരോരുത്തർ റാമിൻ്റെ മരണം ദേവി പേര് സ്വിച്ചിങ് നടത്തിയുകൊണ്ടാണെന്നുള്ള ടോക്കുണ്ടായി. ചങ്കത്തി ഇതിനെതിരെ പൊട്ടിത്തെറിച്ചെങ്കിലും ദേവിക്ക് അതുതന്നെയാണ് ശരി, ഞാൻ കാരണമാണ് റാം മരിച്ചത് എന്ന കഠിന ദുഃഖമുണ്ടായിരുന്നു. ഞാനും മരിച്ചാൽ മതിയായിരുന്നു എന്ന ചിന്തയായിരുന്നു. ഇപ്പോൾ പുഴയോരത്ത് പോയി നിൽക്കുന്ന ദേവിക്കടുത്തേക്ക് വന്നിട്ട് മാറി നിൽക്കറാം, എന്തേലും പറ്റിയാലോ എന്ന് റാം പറയുമ്പോൾ നീ എന്തിനാ വറിയിടാവുന്നത്, അതുകൊണ്ട് എന്തു ഗുണം, ഞാൻ കാരണം നിനക്ക് കോളേജിൽ പോലും പോകാൻ കഴിഞ്ഞില്ല. അവൾ ദേഷ്യത്തിൽ ഇവിടെ ഇത്രയും മതി, ഇനി എന്ത് അടുത്ത ആഗ്രഹമെന്ന് പറഞ്ഞ് ഡയറി തട്ടിപ്പറിച്ച് വാങ്ങി മറിച്ച് നോക്കി അതെടുത്ത് കളഞ്ഞിട്ട് എന്ത് നാശമാണ് നിന്റെ അടുത്ത ആഗ്രഹമെന്ന് നിൽക്കുന്നത് കണ്ട് എന്താ റാം ഇങ്ങനെയൊക്കെ പെരുമാറുന്നതെന്ന് ദേവിയെ നോക്കി റാം. ദേവിക്ക് നല്ല വിഷമവും ദേഷ്യവുമുണ്ട് അവളോട് തന്നെ. ഞാൻ കഴിഞ്ഞ 4 കൊല്ലവും ഇങ്ങനെ തന്നെ, നിന്റെ മരണത്തിന് ശേഷമല്ല. നിന്റെ മരണത്തിന് ഉത്തരവാദി എന്നോട് ഇങ്ങനെ സന്തോഷം എന്തിനാണ് നീ പെരുമാറുന്നത്, എന്താ നിനക്ക് വേണ്ടത് എന്ന് വിങ്ങുമ്പോൾ റാമെന്ന് ദേവിയെ നോക്കി വിളിക്കുന്ന റാമിനോട് നിർത്ത്, റാം നിന്റെ പേരാണ്, എന്നെ എൻ്റെ പേര് വിളിച്ചാൽ മതി, എല്ലാം നിർത്തണം, ഇങ്ങനെ നരകിപ്പിച്ചത് മതി, എല്ലാം അവസാനിപ്പിക്കണമെന്ന് ജീവിതം മടുത്തുപോലെ നിൽക്കുന്ന ദേവിക്കടുത്ത് അപ്പോൾ അതാണോ നിനക്ക് വേണ്ടത് എന്ന് റാം ചോദിച്ച് കുറച്ചു നേരം ഒന്ന് നിന്നിട്ട് പറയുവാണ്. ആ വാക്കുകൾ കേട്ട് വിതുമ്പി കറിയുന്ന ദേവിയും, ദേവി എനിക്ക് നിന്നെ ഇഷ്ടമാണ്, ഇഷ്ടമായിരുന്നു ഒരുപാട്, ഇപ്പോഴും ഇഷ്ടമാണ്. സോറി ഇത് പറയാൻ ഇത്രയും വൈകിപ്പോയതിൽ. ഞാൻ വന്നത് എനിക്ക് നിന്നെ മിസ് ചെയ്തതുകൊണ്ടാണ്, ഒരുപാട് മിസ് ചെയ്തു. കേൾക്കുമ്പോൾ നമുക്ക് തന്നെ നിരാശയും വിഷമവും തോന്നുന്ന ഈ വാക്കുകൾ ദേവിയുടെ കൈ പിടിച്ച് പറയുന്ന റാമിലൂടെ നല്ലൊരു ഇമോഷണൽ എൻഡിങ്ങിൽ ഈ എപ്പിസോഡ് തീരുമ്പോൾ ടിഷ്യൂ പേപ്പറും കയ്യിൽ വെച്ച് നമുക്ക് അടുത്ത എപ്പിസോഡിലേക്ക് വൈകാതെ കടക്കാം. നീ മുന്നിലെങ്ങനെ നിൽക്കുമ്പോൾ മരിച്ചിട്ടില്ലാത്ത പോലെയാണ് എനിക്ക് തോന്നുന്നത്. നിന്റെ മരണത്തിന് കാരണക്കാരിയെ ഞാൻ തന്നെ ഇങ്ങനെ വിചാരിക്കുന്നതിൽ എനിക്ക് തന്നെ ദേഷ്യവും എന്ന ദേവിയുടെ സങ്കടവും ദേഷ്യവും കലർന്ന സംസാരത്തിൽ നിന്നാണ് തിരികെ പ്രണയത്തിൻ്റെ ഈ എപ്പിസോഡ് തുടങ്ങുന്നത്. മുമ്പ് നിർത്തിയ അതേ അന്തരീക്ഷത്തിൽ നിന്ന്. റാമൻ തന്നെ ഇനി ഒരിക്കലും വിളിക്കരുത് എന്നവൾ കണ്ണടച്ച് പറയുമ്പോൾ കാണുന്നതായി ഇരുണ്ട ദിനമാണ്. സൈറണും ആംബുലൻസും ഒക്കെ അപകടം നടന്നൊരു കെട്ടിടത്തിന് മുമ്പിലായി നിന്ന് എൻ്റെ സുഹൃത്ത് എൻ്റെ അകത്താണെന്നും പറഞ്ഞ് അലർന്ന ആ ഒരു സമയം. സ്കൂളുള്ള സ്വന്തം നാട്ടിലായതുകൊണ്ട് തന്നെ ദേവി അച്ഛനുള്ളവരുടെ ഹോട്ടലിലേക്ക് പോയി സുഖവിവരങ്ങളും ബിസിനസ്സിനെ കുറിച്ചുമൊക്കെ തിരക്കുന്നു. ടൗണിലെ കോളേജ് ജീവിതം എങ്ങനെയുണ്ടെന്ന് അച്ഛനും തിരക്കവേ അവളുടെ അനിയത്തി എത്തുന്നു. അനിയത്തി ഇപ്പോൾ ചെറിയ ജോലിക്കൊക്കെ പോകുന്നു എന്നറിയുമ്പോൾ അത് കൂട്ടുകാരിയുമൊത്ത് കുറച്ച് ദൂരെയുള്ള ഒരു ബീച്ചിൽ പോയി ഉല്ലസിക്കാനും ഡൈവിങ്ങിനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഫണ്ടിനാണ്. ദേവിക്കാര്യം അറിയേണ്ടെന്ന് കരുതിയതായിരുന്നു അവൾ. എന്നാൽ ഇപ്പോൾ അച്ഛൻ പറഞ്ഞത് അറിയുമ്പോൾ പ്രതീക്ഷ പോലെ തന്നെ അതൊരിക്കലും വേണ്ട, അപകടമാണ്, കൂട്ടുകാരൊക്കെ എത്ത് കടലിൽ പോയി എന്തേലും സംഭവിച്ചു പോയാലോ എന്ന അനുഭവസ്ഥയായ ദേവിയുടെ സംസാരം കേട്ട് അനിയത്തിയും തിരിച്ചു പറയുന്നു. അങ്ങനെ തിരുന്നെങ്കിൽ തീരട്ടെ, അല്ലാതെ ആരുടെയും കൂടെ പോവാതെ ചേച്ചിയെ പോലെ വീടിനകത്ത് മൂടിക്കെട്ടിയിരിക്കാൻ എനിക്ക് വയ്യ എന്നുള്ള കുത്തുവാക്കുകൾ കേട്ട് അവൾ വിഷമിച്ചിറങ്ങിപ്പോകുന്നു. അങ്ങനെ നടക്കവേ വീണ്ടും റാം അവിടെ നടന്നൊക്കെ കേട്ടു. വല്ലാണ്ട് വിഷമത്തിലാണ് ദേവി എന്ന് മനസ്സിലാക്കി നമുക്കൊരു അടിപൊളി സ്ഥലത്തേക്ക് പോകാമെന്ന്.
അവിടെ പോയാൽ ഈ നെഗറ്റീവ് എനർജിയൊക്കെ മാറി പോസിറ്റീവ് എനർജി താനെ അങ്ങ് കയറി സ്ട്രോങ് ആവുമെന്ന് അവൻ പറയുമ്പോൾ അവൾക്ക് ഓർമ്മ വരുന്നത് മുമ്പ് റാമിനോട് പറഞ്ഞ ഇതേ കാര്യമാണ്. അന്ന് രാത്രി ബസ്സിൽ നിന്ന് ഇറങ്ങി വല്ലാണ്ട് പോയ ആ സംഭവത്തിൽ വിഷമിച്ചിരിക്കുന്ന റാമിനെ അടുത്തൊരു ദിവസം ദേവി വന്ന് കൂട്ടിക്കൊണ്ടു പോയതും ഇതേപോലെ പറഞ്ഞുകൊണ്ടായിരുന്നു. അന്ന് അവൾ ഇവനെ കൂട്ടിക്കൊണ്ടുപോയ ആ സ്ഥലത്തേക്ക് ഇപ്പോൾ അവൻ ഇവിടെ കൂട്ടിക്കൊണ്ടുപോകുന്നു. സ്കൂളിലെ ഉപയോഗശൂന്യമായ ഒരു സ്പേസ്, ദേവിയുടെയും ചങ്കത്തിയുടെയും ഒരു സീക്രട്ട് സ്പോട്ടായിരുന്നു അത്. അവിടെ ഭിത്തിയിൽ മൊത്തം ഓരോ പെയിന്റിങ്ങും വരയും ഒക്കെയാണ്. ദേവി അവിടേക്ക് റാമിനെ ആദ്യമായി കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഇതെല്ലാം കണ്ട് അമ്പരം നിൽക്കുന്ന അവൻ്റെ കയ്യിലേക്ക് ബ്രഷ് എടുത്ത് കൊടുക്കുകയാണ്. നിന്റെ മനസ്സിൽ തോന്നുന്ന എന്തെങ്കിലും വരയ്ക്കെന്ന് പറഞ്ഞ് അവൻ ബ്രഷുമായി അങ്ങനെ നിൽക്കെ അവൻ്റെ വേദനകളെക്കുറിച്ച് മനസ്സ് തുറക്കുന്നു. എൻ്റെ വീട്ടിലൊരു അതിഥിയുണ്ട്, എൻ്റെ അച്ഛൻ്റെ ഭാര്യ. അച്ഛൻ ഇട്ടേച്ചും പോയത് എന്താണെന്നറിയില്ല, പക്ഷേ ഇപ്പോൾ വീട്ടിലെ അവസ്ഥ നോക്കിയാൽ ആവശ്യങ്ങൾക്കായി പണം വെച്ചിട്ട് പോകുന്ന ഒരമ്മ. ജീവിക്കുകയാണോ എന്ന് തന്നെ സംശയിക്കുന്ന പോലെ ജീവിതമാണ് എനിക്ക് നിൽക്കുന്ന റാമിനെ കണ്ട് ദേവിക്ക് ഓർത്തെടുക്കേണ്ടി വരുന്നത് അവളുടെ അമ്മയെക്കുറിച്ചാണ്. 4 വയസ്സുള്ളപ്പോൾ മരിച്ച അമ്മയെ മിസ് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ അറിയില്ല. അന്ന് അച്ഛൻ കരയുന്നതാണ്ട് കൂടെ കരഞ്ഞു, മിസ് ചെയ്ത പോലെ. ആദ്യമായി സ്കൂളിൽ ചേർക്കുമ്പോഴും അച്ഛൻ കരച്ചിലായിരുന്നു. നിന്റെ അമ്മയുടെ സ്വപ്നമായിരുന്നു ഈ ഒരു ദിവസം എന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ ഇരുവരും മനസ്സ് തുറന്നപ്പോൾ ഇപ്പോൾ കുറച്ച് ആശ്വാസമൊക്കെ വന്ന് പെയിന്റിംഗ് ഒക്കെ ചെയ്ത് അടുത്തു നിന്നൊരു സ്പാർക്കൊക്കെ അടിക്കുമ്പോൾ കാണാം ചങ്കത്തി അവിടെ. നമ്മുടെ രണ്ടിൻ്റെയും സീക്രട്ട് സ്പോട്ടായി ഇവിടേക്ക് ഇവനെ കൊണ്ടുവരുമ്പോൾ എന്നെ അറിയിക്കേണ്ടായിരുന്നു മുഖം തിരിക്കാൻ തുടങ്ങുന്നത് കണ്ട് ഞാൻ മെസ്സേജ് അയച്ചിട്ട് റീപ്ലൈ ഒന്നും കണ്ടില്ലല്ലോ എന്ന് അവൾ. ഇരുവരും ഒരുമിച്ച് വീക്കെൻഡിൽ ചില പരിപാടികളൊക്കെ പ്ലാൻ ചെയ്തതിനെപ്പറ്റി ചോദിച്ച് അത് മറന്നു നിൽക്കുന്നതിന് പിറകെ ചങ്കത്തി ദേഷിച്ച് നിനക്കിപ്പോൾ പുതിയ ബെസ്റ്റിയൊക്കെ ആയില്ലേ, ഇനി രണ്ടുപേരും കൂടി ആയിക്കോയെന്ന് പറഞ്ഞ് പിണങ്ങിപ്പോകുന്നു. വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ അവിടേക്ക് എത്തുമ്പോഴും വലിയ മാറ്റമൊന്നുമില്ല. പെയിന്റിങ്ങും അവരുടെ സ്റ്റാമ്പ്സും ഒക്കെ മങ്ങിയെങ്കിലും അവിടെ തന്നെ ഉണ്ട്. ചങ്കത്തി ഇപ്പോൾ എന്ത് ചെയ്യുന്നു എന്ന് റാം തിരക്കുമ്പോൾ അവൾക്കറിയില്ല. അവളിപ്പോൾ നാട്ടിലില്ലെന്ന് തോന്നുന്നു. പൊറിഞ്ചുവോ അവനെ വിളിക്കാറുണ്ടോ? അവനുമായി സംസാരിച്ചിട്ടും നാളേറെയായി. അപ്പോൾ സ്കൂളിൽ ഒരുമിച്ച് പഠിച്ചവരുടെ കൂട്ടത്തിൽ ഇപ്പം ഞാൻ മാത്രമേ നിനക്ക് ടച്ചുള്ളൂ എന്ന് നിൽക്കവേ അവിടേക്ക് തട്ടുമുട്ടും കേട്ട് സെക്യൂരിറ്റി വന്ന് നോക്കി പൂട്ടിയേച്ചും പോകുന്നു. ഇതിനിടയ്ക്ക് ദേവിയെ നിർബന്ധിച്ച് ഫോണിൽ പൊറിഞ്ചുവിനെ വിളിക്കുന്നെങ്കിലും അവൻ ബിസിയാണെന്നും പറഞ്ഞ് കട്ട് ചെയ്തു. അപ്പോൾ തന്നെ ബക്കറ്റ് ലിസ്റ്റിൽ പൊറിഞ്ചുവിനെ കാണുക എന്ന് എഴുതി ചേർക്കുന്ന റാം ഫണ്ണിയായി ചൂഷണം ചെയ്യുന്നത് ഈ ലോക്ക് ഞാൻ അടിക്കാം, ഈ വിഷ് സാധ്യമാക്കിയാൽ. മനസ്സില്ലാ മനസ്സോടെ ഓക്കെ പറഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ അന്ന് ചങ്കത്തിയുമായുള്ള പിണക്കം പറഞ്ഞ് പൊറിഞ്ചു ഒരു പ്ലാൻ ഇട്ടിരുന്നു. രണ്ടുപേരും ഇങ്ങനെ അകന്നിരിക്കുന്നത് നല്ലതല്ല, അവരെ ഒന്നിപ്പിക്കാൻ നമുക്കൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യാം. അങ്ങനെ റാം ദേവിയെ ഗ്രൂപ്പ് ടൂർ പ്ലാൻ എന്ന് അറിയിക്കാതെ നമുക്ക് യാത്ര പോകാമെന്നും നമ്മളെല്ലാം കൂടിയ സ്കൂളിലെ അവസാന ടൂർ ആയിരിക്കുമെന്നും മണ്ടൻ റാം പറയുമ്പോൾ നമ്മളോ എന്ന് ദേവിയും. പൊറിഞ്ചു ഇടഞ്ഞു നിൽക്കുന്ന ചങ്കത്തിയോട് കുട്ടമ്പിളച്ചേറിൻ്റെ ബേക്കറി ഇക്കൊല്ലം കൂടിയേ കാണത്തുള്ളൂ, അയാൾ അടച്ചു കൂട്ടാൻ പോവുക. അവിടുത്തെ സ്പെഷ്യൽ മുട്ട പപ്സ്, ജിലേബി, ലഡു, ഫലൂഡ അതൊന്നും പിന്നെ തിന്നാൻ പറ്റില്ല കേട്ടോ. അങ്ങനെ അവളെ കൺവിൻസ് ആക്കി 4 പേരും യാത്രയ്ക്ക് റെഡിയായി എത്തുമ്പോഴും ദേവിയും ചങ്കത്തിയും മിണ്ടുന്നില്ല, ചിക്കാണ്. അങ്ങനെ ഒരുമിച്ച് ട്രെയിനിൽ പോയി ഡെസ്റ്റിനേഷനിൽ ഇറങ്ങുമ്പോഴെല്ലാം ദേവിയുടെ പോക്കറ്റിൽ അന്ന് കുപ്പലിട്ട് അവളുടെ ഹൃദയമുണ്ട്, ആ കത്ത്. അതിന്ന് റാമിന് കൊടുത്ത് മനസ്സിലാക്കിപ്പിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് അവൾ വന്നിട്ടുള്ളത്. അങ്ങനെ സിറ്റിയൊക്കെ ഒന്ന് കറങ്ങി ചില വിനോദ സ്പോട്ടിലൊക്കെ പോയി ചെലവഴിച്ച് വ്യൂ സ്പോട്ടിലൊക്കെ പോയി നിന്ന് അങ്ങനെ ബേക്കറിക്കടുത്ത് എത്തുമ്പോൾ ദേവിയോട് റാം ചേട്ടായിക്കുള്ള കെയറിംഗ് ഒക്കെ പൊറിഞ്ചു വശവിശയോടെ ശ്രദ്ധിക്കുന്നുണ്ട്. ബേക്കറി നല്ല തിരക്കുള്ള ഒന്നാണ്. അവിടെയുള്ള നല്ല ക്യൂവിൽ ഇക്കൂട്ടർ നിന്ന് തിന്നാൻ മേടിക്കേണ്ട ഐറ്റങ്ങൾ പ്ലാൻ ചെയ്തിരുന്ന പെണ്ണുങ്ങളെ കണ്ട് വായും പൊളിച്ച് നിൽക്കെ അവരോട് ബാഗ് കൊടുത്ത് അതെവിടെയെങ്കിലും വെച്ചിട്ട് വരാൻ പറഞ്ഞു വിടുമ്പോൾ കുറച്ചു മാറി അവിടെ കുറേ പോസ്റ്ററുകൾ റാം കാണുവാണ്. നക്ഷത്രങ്ങളെല്ലാം അടുത്ത് കാണാൻ കഴിയുന്ന ഒരു സ്പെഷ്യൽ ഇവന്റ് സൗകര്യം ആ രാത്രി അവിടെ അടുത്തായി നടക്കുന്നുണ്ട്. ഇത് കണ്ട് അവൻ്റെ മനസ്സിൽ വരുന്നത് അന്ന് ദേവി ഷൂട്ടിംഗ് സ്റ്റാർ കാണിച്ചു പറഞ്ഞതിനെക്കുറിച്ചും. അതൊരുമിച്ച് കാണുന്ന ഒരു റൊമാൻറ്റിക് ഫീൽ ആയിട്ടുണ്ടോ? പഴയ കഴിവ് പൊക്കിയെടുത്തതിന് പിറകെ ഇതിനിടയ്ക്ക് റാമിൻ്റെ അമ്മ വീണ്ടും ചിത്രംവരയുടെ ചില അടുപ്പമൊക്കെ കാണിച്ചിരുന്നു. അതുകൊണ്ടിപ്പോൾ അവർ സ്വന്തമായി ഒരു ആർട്ട് ഗാലറിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്, നമ്മുടെ ഡാർക്ക് മാറ്ററിലെ ഡാനിയലെ പോലെ. അതിൻ്റെ ഓപ്പണിംഗ് കൂടിയാണെന്ന്. റാം ഈ പോസ്റ്റർ കണ്ട് അമ്മയെ വിളിച്ചിട്ട് രാത്രി ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടമ്മേ, അതുകൊണ്ട് മനസ്സിലായി ഓപ്പണിങ്ങിന് നീ കാണില്ലെന്നല്ലേ. അങ്ങനെ രാത്രിയിലത്തെ ആ ഒരു റെയർ പരിപാടി കാണാൻ അവന് പച്ചക്കൊടി കിട്ടുമ്പോൾ ദേവിയുടെയും ചങ്കത്തിയുടെയും പിണക്കം മാറുന്നത് രസകരമായൊരു കാഴ്ച തന്നെയാണ്. ഇരുവരും കമ്പലും മാലയൊക്കെ വിൽക്കുന്നിടത്ത് നിന്ന് ദേവി ഒരു മാല വെച്ചിട്ട് സംസാരിക്കാതെ തന്നെ ലവളെ കാണിക്കുമ്പോൾ ചങ്കത്തി മിണ്ടാ തന്നെ കൊള്ളില്ല എന്ന് കാണിച്ച് മറ്റൊരു മാല ചൂണ്ടിക്കാട്ടി കൊടുക്കുന്നു. മുമ്പ് അത്രയും തറയാതിൽ അവൾ ക്ഷമ ചോദിക്കുമ്പോൾ ദേവിയും സോറി പറഞ്ഞ് നമ്മൾ എന്തായാലും ജീവിതകാലം മൊത്തം ഒരുമിച്ചുണ്ടാകും, നീ പൊളിയല്ലേ എന്ന് പറഞ്ഞ് അവരുടെ പിണക്കം മാറുകയാണ്. സ്റ്റാർ ഷോയുടെ ടിക്കറ്റ് എടുക്കുമ്പോൾ കൂടെ നിൽക്കുന്ന ജാങ്കോയ്ക്ക് അവൻ്റെ അമ്മയുടെ പ്രശ്നം. മാർക്ക് കുറഞ്ഞ പരീക്ഷയിൽ വീണ്ടും എഴുതാൻ പറഞ്ഞിട്ട് എന്നെ കൊണ്ട് ഇത്രയും മാർക്ക് മേടിച്ച് തന്നെ ഒരു വലിയ കാര്യമാണ്, എനിക്കിനി കോളേജിലോട്ടൊന്നും പോകാൻ വയ്യ, ഇങ്ങനെ സൂചിച്ച് ജീവിച്ച് നടന്നാൽ മതി. ഇത് കേൾക്കുന്ന റാം ചെയ്യുന്നതെന്ന് തോന്നുന്നു. അവിടെ ടിക്കറ്റ് എടുക്കുന്ന സ്ഥലത്തൊരു ഓപ്ഷനുണ്ട്, ഇനിയും ഇതുപോലെ നക്ഷത്രങ്ങളെ അടുത്ത് കാണാൻ പറ്റുന്ന സമയം അതേതേത് വർഷമായാലും ഈ മാനേജ്മെൻറ്റ് അവർക്ക് പോസ്റ്റ് വഴി അറിയിക്കും. ആദ്യം വേണ്ടെന്ന് പറഞ്ഞാലും ഇവൻ്റെ ഈ വർത്തമാനം കേട്ട് ഞാൻ നിൻ്റെ പേരിലൊരു കത്തെഴുതാമെന്ന് പറഞ്ഞ് അഡ്രസ്സ് ചോദിക്കുന്നു. എന്തിന്? ഇതൊക്കെ അവിടെ നിൽക്കട്ടെ, നിങ്ങൾ തമ്മിൽ എന്താണ് ഒരു നോട്ടവും കെയറിംഗ് ഒക്കെ എന്ന് പൊറിഞ്ചു ചോദിക്കുന്നതോടെ അവനെ പിടികിട്ടിയെന്ന് മനസ്സിലാക്കി റാം ദേവി ഇഷ്ടമുള്ള കാര്യം തുറക്കുവാണ്. പൊറിഞ്ചുവിൻ്റെ മറുപടിയോ, വെറുതെ അല്ലെന്ന് പൂളിൽ അങ്ങനെ നടന്നത്, ഇനി ഞാനങ്ങ് മാറിയേക്കാം, നിങ്ങൾ ഡുവറ്റ് അടിക്കോ, പക്ഷെ ഞാൻ സന്തോഷിക്കത്തൊന്നുമില്ല കേട്ടോ എന്നുള്ള ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഫണ്ണി ടോക്കും. അങ്ങനെ ഇപ്പോൾ പൊറിഞ്ചുവിൻ്റെ അടുത്ത് ദേവിയും റാമും എത്തി നിൽക്കുമ്പോൾ അവൻ ഫയർ ആൻഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥനാണ്. കുട്ടികൾക്ക് നീന്തൽ ട്രെയിനിങ് കൊടുക്കുന്ന അവന് ദേവി കാണുമ്പോൾ തന്നെ ഒരു വിമിഷ്ടം. മിണ്ടാതിരിക്കുന്നത് കണ്ട് ദേവി അങ്ങോട്ടേക്ക് ചെന്ന് എന്തൊക്കെയുണ്ട്, ഇതാണോ ജോലി എങ്ങനെയൊക്കെ ചോദിച്ച് തുടങ്ങുന്നതിലും അവന് തിരിച്ച് മറുപടിയില്ല. അവൻ പറയുന്നത് നിന്നെ കാണുന്നത് തന്നെ എനിക്കെന്തോ പോലെയാണ്,
ഇനി നമ്മൾ തമ്മിൽ കാണാതിരിക്കുന്നതായിരിക്കും നല്ലത്. ദേവി ഇറങ്ങി നടക്കവേ റാം വന്ന് അവനോടൊന്ന് മനസ്സ് തുറന്ന് എന്താ കാര്യമെന്ന് വെച്ചാൽ അത് ക്ലിയറാക്ക് എന്ന് പറയുന്നതിലും നിന്റെ സുഹൃത്തല്ലേ, എൻ്റെ അല്ലല്ലോ, വേണമെങ്കിൽ നീ പോയി ചോദിക്കും എന്ന് നടക്കുന്നതും പിറകെ പൊറിഞ്ചു വിളിച്ചോടി വന്ന് ഒന്ന് തണുത്ത് നിൽക്കുന്നതും ഫയർഫോഴ്സിന്റെയും ആംബുലൻസിന്റെയും ഒക്കെ സൈറൻ വീണ്ടും മുഴുകുന്നത് കേൾക്കുന്നത് കണ്ട് ദേവിക്ക് വീണ്ടും മൈൻഡ് ഔട്ടായി ഇത്തവണ ഒരു പാനിക് അറ്റാക്ക് തന്നെ വന്ന് വീണു പോകുന്നു. പൊറിഞ്ചു നിന്ന് ആശ്വസിപ്പിച്ചും മറ്റുമൊക്കെ അങ്ങനെ കുറച്ച് കഴിയുമ്പോഴേക്കും നോർമൽ ആവുമ്പോൾ അവന്റെ മുമ്പത്തെ ആ പെരുമാറ്റത്തിൽ ക്ഷമ പറഞ്ഞു തുടങ്ങുന്നത് നീ മാത്രമല്ല റാമിന്റെ മരണത്തിൽ ഡിപ്രസ്ഡ് ആയിരിക്കുന്നത് എന്ന്. ക്ലാസ്സിൽ പിന്നീടന്ന് റാമിന്റെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങുമ്പോഴും വിഷയം മാറ്റിവിട്ടത് എല്ലാം എന്തിനാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? കാരണം അവന്റെ കാര്യം ഓർക്കുമ്പോൾ അത്രയ്ക്ക് വിഷമമായിരുന്നു. ഫോൺ വിളിച്ചപ്പോൾ സംസാരിക്കാതെ വെച്ചതുപോലും പേടികൊണ്ടാണ്. ഇനിയും ഇങ്ങനെയുള്ള എന്തെങ്കിലും വാർത്തകളാണെങ്കിൽ കേൾക്കാൻ മനസ്സിന് വയ്യ. എന്നിട്ട് പറഞ്ഞു അന്ന് നീ മാത്രമായിരുന്നില്ല, ഞാനും ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അതന്നാ രാത്രിയിലെ ഷൂട്ടിംഗ് സ്റ്റാർ ഫെസ്റ്റിനെ കുറിച്ചാണ്. രാത്രി ബീച്ചിൽ കുറേ ജനങ്ങളോടൊപ്പം ആ അപൂർവ നിമിഷം കാണാൻ കാത്തിരുന്നപ്പോൾ ഷൂട്ടിംഗ് സ്റ്റാർ വീണ്ടും ഒരുമിച്ച് കാണാമല്ലോ എന്ന ത്രില്ലിംഗ് ആയിരുന്നു റാമിന്. അങ്ങനെയിരിക്കെ ദേവിക്ക് വന്ന ആ ഫോൺ കോൾ. അവൾ ആ പകൽ അവിടെ ഒരു ലക്കി കോൺടസ്റ്റിൽ പേര് കൊടുത്തിരുന്നു. പറക്കുന്ന നക്ഷത്രങ്ങൾ ഒബ്സർവേറ്ററിലൂടെ അടുത്ത് കാണാനായുള്ള ചാൻസ്. അതിന് തിരഞ്ഞെടുത്തിട്ടുള്ള വിളി വരുമ്പോൾ അവൾ റാമിനെ വിളിച്ച് നിർത്തി ഇക്കാര്യം പറയുമ്പോൾ കൺഗ്രാറ്റ്സ് പറയുന്നത് കേട്ട് നീ ഇതുവരെ ഷൂട്ടിംഗ് സ്റ്റാർസ് കണ്ടിട്ടില്ലെന്നല്ലേ പറഞ്ഞേ, ഇത് വെച്ച് പോയി കണ്ടോ, നിന്റെ ഹാപ്പി മൊമെന്റ് ആകട്ടെ അത്. മാത്രമല്ല ദേവി എന്ന പേര് ഇതോടെ കളഞ്ഞേക്കണം, ഇനി മുതൽ നീ റാമും ഞാൻ ദേവിയും തന്നെ എന്ന് പറഞ്ഞിട്ട് പുതിയ കോളേജ് സെലക്ഷനിലും ചങ്കത്തിയുമായുള്ള പിണക്കം മാറിയതിലും ഇന്നത്തെ യാത്രയിലും എല്ലാം ഹാപ്പിയാണെന്നുള്ള ദേവിയുടെ സന്തോഷം കേട്ട് പോവാം, അതിനു മുന്നേ നീ എൻ്റെ കൂടെ ഒന്ന് വാ എന്ന് നിൽക്കുന്ന റാമം. എനിക്കൊരു കാര്യം പറയാനുണ്ട്, അതെന്തായാലും ഇന്ന് തന്നെ പറയണം. ദേവി ഇത് കേട്ട് കയ്യിലെ ലെറ്റർ കൊടുത്തിട്ട് ഇപ്പോൾ നീ എന്തായാലും ഒറ്റയ്ക്ക് പോയിട്ട് വാ, പിന്നെ ഈ ലെറ്റർ ആരും കാണാത്തെടുത്ത് നിന്ന് തുറക്കണേ എന്ന് പറഞ്ഞ് വിടുവാണ്. തിരിച്ചു പോകുമ്പോൾ ട്രെയിനിൽ നമുക്ക് ഒരുമിച്ചിരിക്കണമെന്നൊക്കെ പറഞ്ഞ് ടാറ്റയും പറഞ്ഞ റാം ഒബ്സർവേറ്ററിയിൽ ചെന്ന് ആ കത്ത് തുറക്കുവാണ്. ദേവിയുടെ റാമിനോടുള്ള സ്നേഹത്തെക്കുറിച്ചുള്ള വാക്കുകൾ വായിച്ചുകൊണ്ടിരിക്കുക കൂട്ടരുമൊത്ത് ദേവിയും താഴെ കൗണ്ട് ഡൗൺ ഒക്കെ ചെയ്ത് വെട്ടമണച്ച് അങ്ങനെ പല പല ഷൂട്ടിംഗ് സ്റ്റാർസിനെ കണ്ട് ആ മധുര നിമിഷങ്ങൾ അങ്ങനെ പോകവേ അവൻ വായിച്ചിട്ടുണ്ടാവോ, എന്തു പറയുമായിരിക്കും എന്ന ചിന്തകളിൽ അതുവഴി കടന്നു പോകുന്ന ഫയർഫോഴ്സിന്റെ സൈറണുകളൊന്നും അവൾ കാര്യമാക്കുന്നില്ല. ഇതേ സമയം മറ്റൊരിടത്ത് ആർട്ട് ഗാലറിയുടെ തുടക്കത്തിന്റെ ആഘോഷ രാവിലെ ഇരിപ്പുള്ള റാമിന്റെയും ദേവിയുടെയും പേരന്റും കൂട്ടരും കാണുന്ന ടിവിയിലെ ബ്രേക്കിംഗ് ന്യൂസ്. ഒബ്സർവേറ്ററിലുണ്ടായ വമ്പൻ സ്ഫോടനം, അടുപ്പിച്ചുണ്ടായ 2 ഗ്യാസ് എക്സ്പ്ലോഷനിൽ തകർന്ന ദുരന്തമുഖത്ത് ഫയർഫോഴ്സ് അംഗങ്ങൾ അടിയന്തരമായി രക്ഷാദൗത്യം തുടരുന്ന വാർത്ത. റാം നിന്നിരുന്ന ആ ഒബ്സർവേറ്ററിലെ ദാരുണ സംഭവം പറഞ്ഞ് ദേവിയും ചങ്കത്തിയും പൊറിഞ്ചും ഓടി അണച്ചെത്തുമ്പോൾ മൊത്തം ദുരന്തമായി. എൻ്റെ സുഹൃത്ത് എൻ്റെ അകത്തുണ്ട്, ഞങ്ങൾക്ക് രക്ഷിക്കണമെന്ന് മൂവരും റാമെന്നും ദേവിയെന്നും വിളിച്ചലർന്ന ഹൃദയഭേദകമായ നിമിഷങ്ങൾ. പിന്നീട് അങ്ങോട്ട് സൈറണുകൾ കേൾക്കുമ്പോൾ ദേവിയെ പോലെ തന്നെ പൊറിഞ്ചൂരും വല്ലാത്തൊരു പിടയിലാണ്. അത് മാറി മൂവ് ഓൺ ചെയ്യാനാണ് അവൻ ഫയർ ഫൈറ്ററുകളുടെ ജോലി തിരഞ്ഞെടുത്തത്. റാമിനെ പറ്റിയുള്ള ഒരു സംസാരവും അവന് താങ്ങാൻ കഴിയില്ല. അതുകൊണ്ടാണ് പിന്നീട് സ്കൂളിൽ വെച്ചെല്ലാം വിഷയം മാറ്റാൻ ശ്രമിച്ചത്. ദേവി അവനെപ്പറ്റി സംസാരിക്കാൻ ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് എന്ന് കരുതിയെങ്കിൽ സത്യത്തിൽ ഏറ്റവും വേദന പൊറിഞ്ചൂനായിരുന്നു. കാരണം അവൻ്റെ ആത്മ സുഹൃത്തായിരുന്നു റാം. അവൻ്റെ പിണത്തിന് മുന്നിലിരുന്ന് അലമുറയിട്ട് കരയുന്നത് ആർക്കും കണ്ടു നിൽക്കാനാവാത്ത തരത്തിലായിരുന്നു. അങ്ങനെ ഇരുവരും സംസാരിച്ച് കുറച്ച് സ്വസ്ഥമാകുകയെ ദേവി വിടവാങ്ങുവാണ്. പോകുന്നതിന് മുമ്പായി അവൾ പറയുന്നത് നീ ഇനി എന്തായാലും വിഷമിക്കേണ്ടി വരില്ല, ഞാനെല്ലാം മറന്ന് സന്തോഷമായി ജീവിക്കാൻ പോവുകയാണ്, എൻ്റെ വിളി ഇനി വരില്ല, എൻ്റെ വിവരമൊന്നും ഇല്ലെങ്കിൽ നീ വിഷമിക്കേണ്ട, ഞാനിനി സ്വസ്ഥമായി ജീവിക്കും. ഇത് കേട്ട് പൊറിഞ്ചും ആരോഗ്യമൊക്കെ നല്ലോണം നോക്കണം, TV ന്യൂസിലൊന്നും വന്നേക്കല്ലേ എന്ന് പറഞ്ഞ് പരസ്പരം സന്തോഷിച്ച് പിരിയുമ്പോൾ ദേവിയുടെ നാളുകൾ എണ്ണപ്പെട്ടതായി അവൻ അറിയുന്നില്ലല്ലോ. പൊറിഞ്ചു ഇപ്പോഴും റാമുമായി കളിച്ചു തീരാത്ത ഗെയിം ബോർഡും അന്ന് അവൻ്റെ അഡ്രസ്സിൽ എഴുതിയ പോസ്റ്റും ജീവിതത്തോട് ചേർത്ത് പിടിച്ച് നടക്കുവാണ്. റാം അതിൽ എഴുതിയത് ഒരു വിഷായിരുന്നു, നീ നല്ല അടിപൊളിയായി തന്നെ ജോളിയായി ജീവിക്കും, എനിക്ക് വിശ്വാസമുണ്ട് എന്ന ശുഭവാക്കുകൾ. ദേവിയുടെ ചിന്ത അന്ന് ആ രാത്രി റാം വിളിച്ചപ്പോൾ പോയിരുന്നെങ്കിൽ ഇങ്ങനൊന്നും സംഭവിക്കില്ലായിരുന്നു. ഒരുമിച്ചിരുന്ന നക്ഷത്രങ്ങളെ കണ്ട് ഒന്നിച്ച് തിരികെ പോയി അവൻ്റെ അമ്മയുടെ പാർട്ടിയിലൊക്കെ പോയി പങ്കെടുക്കാമായിരുന്നു. അന്ന് അപകടത്തിൽപ്പെട്ടത് ദേവിയാണെന്ന് കരുതി ആശുപത്രിയിൽ ഓടിയെത്തിയപ്പോൾ ഇവളെ കണ്ട് അച്ഛൻ ഒന്ന് ആശ്വസിപ്പിച്ചപ്പോൾ തൻ്റെ മകനാണെന്നറിഞ്ഞ് റാമിൻ്റെ അമ്മ അവിടെ ചങ്ക് പൊട്ടി തകർന്നു വീണ് കരയുകയായിരുന്നു. ഏക ആശ്വാസമായ മകനെ നഷ്ടപ്പെട്ട ആ അലമുറ. എല്ലാം ദുഃഖത്തോട് ദുഃഖമായിരിക്കുമ്പോൾ ഇനി ദേവിക്ക് പറയാനുള്ളത് നമുക്കൊരിടം വരെ പോകണം, മരിക്കുന്നതിന് മുമ്പ് എനിക്കൊരാളെ കൂടി കാണണം. ആരാണത്? എൻ്റെ ടീച്ചർ, നിൻ്റെ അമ്മ. മരണത്തിന് ശേഷം ആത്മാവിനെ കൊണ്ടുപോകാനായി വന്നിട്ടുള്ള റാമിനെ നമ്മൾ കണ്ടു. ഈ റാമിൻ്റെ മരണശേഷം അവൻ്റെ ആത്മാവിനെ കൊണ്ടുപോകാൻ വന്ന വഴികാട്ടിയിൽ നിന്നാണ് വേ ബാക്ക് ലവിൻ്റെ അടുത്ത എപ്പിസോഡ് തുടങ്ങുന്നത്. ധൃതിയിൽ ICUയിലേക്ക് കൊണ്ടുപോകുന്നുവെങ്കിലും റാം ഓൾറെഡി മരിച്ചു കഴിഞ്ഞ് അവൻ്റെ ആത്മാവിനോട് ഇവർ വന്ന് മുമ്പ് കണ്ട പോലെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. പൊതുവെ ഓരോരുത്തർക്കും പല പല നിരാശകളും വിഷമങ്ങളൊക്കെ വരുന്ന സമയമാണിത്. ചിലർക്ക് കൂടെ വരാൻ നല്ല പിടിവാശിയുമായിരിക്കും. അവർ വരുന്നില്ല, ജീവിക്കണമെന്ന് മനസ്സിൽ തട്ടി പറഞ്ഞുകൊണ്ടേയിരിക്കും. അവർക്കാണെങ്കിലോ തിരിച്ച് ജീവിതത്തിലേക്ക് തിരികെ പോകാനുള്ള സാധ്യതയും ഉണ്ടാവും. നിനക്ക് എന്തിൻ്റെ റിഗ്രറ്റ് ആണെന്ന് അവർ ചോദിക്കുമ്പോൾ റാമിൻ്റെ മനസ്സിലേക്ക് വരുന്നത് ആ ലെറ്ററാണ്, ദേവിയുമൊത്തുള്ള ആ അവസാന മൊമെൻറ്റും. സ്നേഹം തുറന്നു പറയാൻ കഴിയാത്തത് തന്നെയാണ് അവൻ്റെ ഏറ്റവും വലിയ പശ്ചാത്താപം. നീ എന്താ ആലോചിക്കുന്നതെന്ന് ചോദിക്കുന്ന സ്ത്രീയോട് അവരുടെ കാര്യങ്ങൾ ചോദിച്ചറിയുന്നത് വഴി ഇങ്ങനെ മരിച്ചവരുടെ ആത്മാക്കളെ കൂട്ടിക്കൊണ്ടു പോകുന്നവർക്ക് അടിക്കടി ഭൂമിയിൽ വന്നും പോയി നിൽക്കാമെന്നറിയുന്നതും അവന് ചോദിക്കുകയാണ്, ഇങ്ങനെയാവുന്നത് എങ്ങനെയെന്ന്.
അങ്ങനെ ആ ആഗ്രഹത്തോടെ ഇപ്പം വഴികാട്ടിയായി ദേവിയുടെ ഒപ്പം നിൽക്കുന്നു. റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ടെല്ലാം തിരക്കി. പക്ഷേ റാമിൻ്റെ അമ്മയുടെ വിവരം ഒന്നുമില്ല. ദേവി ഇതും പറഞ്ഞ് അടുത്തു വന്നിരിക്കെ അന്ന് മരിച്ച സമയത്ത് അമ്മ എങ്ങനെയായിരുന്നിരിക്കും? നല്ലോണം കരഞ്ഞു കാണാം. ദേവി ചോദിക്കുന്നത് മരിച്ചതിന് ശേഷം തനിക്കും ഇതുപോലെ തന്നെ റാമിൻ്റെ കൂടെ ഇങ്ങനെ നടന്നുകൂടെയെന്നാണ്. അങ്ങനെ പറ്റില്ലെന്ന് പറഞ്ഞിട്ട് അവൻ ചിന്തിക്കുന്നത് അമ്മ എവിടെയെന്നറിയാൻ ഒരാളെ കൊണ്ട് സാധിക്കും. മുമ്പ് സ്കൂൾ ടൈമിൽ ഒരിക്കൽ റാമല്ലേ എന്ന് പരിചയപ്പെടാൻ വന്നൊരു സ്ത്രീ റീന. അന്നവൻ റാമല്ല ദേവിയാണ് കണ്ടില്ലേ എന്ന് കളി പറഞ്ഞപ്പോൾ അവരുടെ വിസിറ്റിംഗ് കാർഡും കൊടുത്തു വിട്ടിരുന്നു, ആവശ്യം വരുമെന്നും പറഞ്ഞ്. അങ്ങനെ ഇപ്പോൾ റീനയുടെ ഒരു ആർട്ട് ഗാലറിയിലേക്ക് അവർ കാണാൻ ചെല്ലുമ്പോൾ ഞാൻ ആരാണെന്ന് പറയും എന്ന കൺഫ്യൂഷനിൽ ദേവി അതിപ്പോൾ അവരുടെ ഭർത്താവിൻ്റെ ജാരസന്ധയുടെ സുഹൃത്താണെന്ന് പറഞ്ഞോളൂ, ഇല്ലെങ്കിൽ ഭർത്താവിൻ്റെ രണ്ടാം ഭാര്യയുടെ സ്റ്റുഡൻ്റ് എന്ന് പറയും. റാം ഇങ്ങനെ പറയുമ്പോൾ അത് രണ്ടും സത്യം തന്നെ. കാരണം റാം ഇപ്പോൾ കാണാനെത്തിയിരിക്കുന്ന റീനി അവൻ്റെ അച്ഛൻ്റെ ആദ്യ ഭാര്യയാണ്. റീന എത്തി ആദ്യം ആരെന്ന് സംശയിക്കുന്നതിലും ദേവി എന്നുള്ള പേര് കേട്ട് എനിക്ക് പരിചയമുള്ള പേരാണെന്ന് പറഞ്ഞ് റാമിൻ്റെ കൂട്ടുകാരിയാണെന്ന് മനസ്സിലാക്കി അവിടെ ഇരുത്തി സംസാരിക്കുമ്പോൾ നമ്മൾ ഈ റിലേഷനെ പറ്റി കൂടുതൽ അറിയുവാണ്. ഭർത്താവിന് ഒരു ഭാര്യയുള്ള കാര്യം മറച്ചുവെച്ചായിരുന്നു റാമിൻ്റെ അമ്മയെ കല്യാണം കഴിച്ചത്. മകനൊക്കെ ആയ ശേഷമാണ് റീനയുടെ കാര്യം അറിഞ്ഞതെങ്കിലും അവർ ഉടൻ തന്നെ മകനോടൊപ്പം ഇറങ്ങി പോവുകയായിരുന്നു. ഒരു വലിയ കമ്പനിയിലെ CEO ആയതുകൊണ്ട് നാളെ ഒരിക്കൽ അയാൾക്കെതിരെ അവകാശം ചോദിച്ചു വരാതിരിക്കാനെന്ന പോലെ മകന് വേണ്ടിയിട്ട് ധനസഹായം ചെയ്തു നൽകാൻ ശ്രമിച്ചെങ്കിലും അവർ അത് അക്സെപ്റ്റ് ചെയ്തതേയില്ല. ഇക്കാരണത്താലാണ് പല വീടുകളിലായി മാറി മാറി താമസിച്ചതും. റീന അവരെ വന്ന് കണ്ട് പണം സ്വീകരിക്കാത്തതിനെപ്പറ്റി സംസാരിച്ചു. കാരണം അവരുടെ രീതി എങ്ങനെയെന്നാൽ ഭർത്താവിനെ അല്ല അയാളുടെ കുടുംബത്തെയും പ്രസ്റ്റീജിനുമൊക്കെ നോക്കിയായിരുന്നു കെട്ടിയത്. അതുകൊണ്ട് ഈ ബന്ധം അത്ര കട്ടിയായി തോന്നിയിട്ടുമില്ല. ഇവഞ്ച്വലി റീന അയാളുമായി ഡിവോഴ്സ് ആവുകയും ചെയ്തു. ഇപ്പോൾ ദേവ് വന്നിട്ട് അമ്മയെ കാണണമെന്ന് നിൽക്കുമ്പോൾ അവർ നിന്നെ ഇപ്പോൾ കാണാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിലോ? വർഷങ്ങൾക്ക് ശേഷം വീണ്ടും കാണുന്നത് ചിലപ്പോൾ അവർക്കൊരു വേദനയായേക്കാം. തിരിച്ചു പോയിക്കൊള്ളൂ എന്ന് പറയുന്നത് കേട്ട ദേവിയുടെ ചോദ്യം, നിങ്ങളെപ്പോഴെങ്കിലും ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടിയിട്ടുണ്ടോ? ഞാനങ്ങനെ ചെയ്തിട്ടുണ്ട്. അന്ന് റാം മരിച്ചപ്പോൾ ആ മരണത്തിന് ഉത്തരവാദി ഞാനാണെന്ന് അവരോട് പറയാൻ ധൈര്യം കാണിക്കാതെ. ദേവിയിൽ ഇപ്പോഴുമുള്ള സ്വയം കുറ്റപ്പെടുത്തൽ കാണുന്ന റാം ഇത് പറയാനാണെങ്കിൽ നീ അമ്മയെ കാണണ്ട, ഞാൻ ബക്കറ്റ് ലിസ്റ്റിൽ നിന്ന് ഈ വിഷ് മാറ്റാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് ബുക്ക് എടുക്കുന്നു. കാരണം റാം കാണാൻ ആഗ്രഹിക്കുന്നത് അവൻ്റെ അമ്മയ്ക്ക് മുമ്പ് ദേവിയെ കാണുമ്പോൾ തോന്നുന്ന സന്തോഷമാണ്. ഇപ്പോൾ ഇങ്ങനെ വീണ്ടും വിഷമിപ്പിക്കാനാണ് ഉദ്ദേശമെങ്കിൽ വേണ്ടെന്ന് ബുക്ക് എടുക്കുന്നതും അവൾ അതിൽ പിടിച്ചിട്ട് പറയുന്നത് മരണത്തിനു ശേഷം ദേവിയുടെ അച്ഛനെ കാണാൻ റാമിൻ്റെ അമ്മ വന്നൊരു സാഹചര്യത്തെക്കുറിച്ച്. അവർ വന്നിട്ട് ഇവിടുന്ന് താമസം മാറി പോവുകയാണെന്നും ദേവി ഒന്ന് കാണണമെന്നും പറഞ്ഞു. റാം നക്ഷത്രങ്ങളെ കാണണമെന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ അതിന് പോണ്ടെന്ന് പറഞ്ഞിരുന്നെങ്കിൽ അവനെ ഇപ്പോൾ ജീവനോടെ കണ്ടിരുന്നേനെ. അങ്ങോട്ടേക്ക് വന്നിരുന്ന ദേവി ഇത് കേട്ട് അമ്മയെ കാണാൻ പോലും സാധിക്കാതെ തിരികെ പോവുമായിരുന്നു. റാം ഇതറിഞ്ഞ് അതുകൊണ്ട് ഇപ്പോൾ എല്ലാത്തിനും കാരണം ദേവി എന്ന് ചെന്ന് പറഞ്ഞാൽ വിഷമം മാറുമോ? നിന്നെ ഹേറ്റ് ചെയ്താൽ സന്തോഷമാവുമോ എന്ന് പറഞ്ഞുകൊണ്ട് ഇമോഷണൽ ആവുകയാണ്. കഴിഞ്ഞതേക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കാതെ നല്ലോണം ജീവിച്ചൂടെ? മരിക്കുമെന്ന് പറയുമ്പോൾ കുറച്ചു കാലം കൂടി ജീവിക്കാൻ അനുവദിക്കണേ എന്നാണ് ഓരോരുത്തരും പറയാറ്. ഇതിപ്പോൾ മരിക്കുമെന്ന് പറഞ്ഞപ്പോൾ അതും കാത്തിരിക്കുന്നു. ഇനിയുള്ള കാലമെങ്കിലും സന്തോഷത്തോടെ ജീവിക്കുക. 2 ദിവസമോ? ഞാൻ 2 ദിവസത്തിനുള്ളിൽ മരിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെയെല്ലാം തുറന്നു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. റാം ഇത് കേട്ട് പിണങ്ങി പോകുന്നു. ഒരു മരണാനന്തര വഴികാട്ടിയായി റാം സ്ഥാനമേറ്റപ്പോൾ അവൻ്റെ സീനിയറിൽ നിന്ന് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കിയിരുന്നു. മനുഷ്യന്മാർ വെറും മണ്ടന്മാരാണ്. അവർ അവരുടെ നല്ല സമയമെല്ലാം വെറുതെ കളയുന്നു. ഒടുവിൽ മരിച്ചു കഴിയുമ്പോൾ വീണ്ടും സമയം ചോദിച്ച് നടക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള അവസരം ഉണ്ടായിട്ടുണ്ടോയെന്ന് റാം അവരെ നോക്കി ചോദിക്കുമ്പോഴോ? തീർച്ചയായും കാണുമല്ലോ. നമ്മൾ റാം കടന്നു വന്ന ഓരോ വഴികൾ കാണുവാണ്. മരിച്ചെന്ന് സ്ഥിരീകരിച്ച് പറയുമ്പോൾ ആട്ടി ഓടിക്കുന്ന കുറേ ആത്മാക്കൾ, എനിക്ക് മരിക്കേണ്ടതെന്ന് പറഞ്ഞ് നെട്ടോട്ടമോടുന്ന ആളുകൾ, പിന്നെ കൊണ്ടുപോകാൻ വന്നവരെ തന്നെ കെട്ടിപ്പിടിച്ച് കരയുന്നവർ, അങ്ങനെ ഇത്തരമൊരു സാഹചര്യത്തിലാണ് റാം മരണത്തിന് ശേഷം ദേവിയെ ആദ്യമായി കണ്ടുമുട്ടുന്നത്. ആ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അങ്ങനെ അവൻ കിട്ടുന്ന സമയം അവളെ കാണാനായി നടന്നു തുടങ്ങി. ഇടയിൽ ആ 2 ഗേൾ ഫ്രണ്ട്സിനെ ഇപ്പോഴും ഒരു മാറ്റവും ഇല്ലാതെ കണ്ടപ്പോഴെല്ലാം അവൻ അവരോട് സംസാരിക്കണമെന്നുണ്ടെങ്കിലും നോക്കി നിന്നങ്ങനെ സന്തോഷിക്കും. എന്തായാലും പിണക്കം മാറി ഇപ്പോൾ വീണ്ടും ഒരുമിച്ച് ബസ്സിൽ യാത്ര ചെയ്ത് ഒരിടത്ത് എത്തിയിരിക്കുകയാണ്. റീന വഴി അറിഞ്ഞ റാമിൻ്റെ അമ്മയുടെ ആർട്ട് ഗാലറിയുള്ള ടൗണിലേക്ക്. ഇതേ സമയം മറ്റൊരിടത്ത് ഒരാൾ ദേവിയെ ഒന്നുകൂടെ കാണാൻ കാത്തിരിക്കുകയാണ്, നീന. കൂട്ടുകാരോട് അവളെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിച്ചോന്നും ഒന്നുമില്ലെന്ന് കണ്ട് റീപ്ലൈ ഇല്ലാത്ത അവൾക്ക് വീണ്ടും മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നു. മുൻപ് ദേവിയുമൊത്തിരുന്ന് സംസാരിച്ചത് വഴി അവൾക്കെന്തോ സങ്കടം ഉള്ളിലുണ്ടെന്ന് നീനയ്ക്ക് തോന്നിയൊരു കാര്യമാണ്. സ്റ്റുഡിയോയ്ക്കടുത്തെത്തി റാം അവളോട് ഒറ്റയ്ക്ക് പോകാൻ പറയുന്നു. അവിടെ ചെന്ന് ചിലപ്പോൾ നിങ്ങൾ രണ്ടും വഴക്കിട്ട ആരുടെ കൂടെ നിൽക്കുമെന്ന കൺഫ്യൂഷൻ വരും. അതുകൊണ്ടാണെന്നൊക്കെ ചുമ്മാ പറയുന്നതിലും ഞാൻ പിന്നെ കണ്ടോളാമെന്ന് പറഞ്ഞ് ദേവിയെ പറഞ്ഞു വിടുന്നു. കുറച്ച് ക്ലയൻറ്റുമായി നിന്ന് പെയിൻറ്റിങ്ങിനെ കുറിച്ച് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്ന റാമിൻ്റെ അമ്മയ്ക്കടുത്ത് ദേവി എത്തുമ്പോൾ അവളെ കണ്ട് ഒരു ചെറു ചിരിയോടെ സ്വാഗതം ചെയ്ത് പരിപാടിയെല്ലാം ഒഴിഞ്ഞ് അവളുമായി സംസാരിക്കാൻ തുടങ്ങുന്നു. ഇപ്പോഴത്തെ ഈ ആർട്ട് ഗാലറി ജീവിതത്തെക്കുറിച്ച് പറഞ്ഞിട്ട് അന്ന് യാത്ര പറയാൻ പറ്റാത്തതിൽ ക്ഷമ ചോദിക്കുമ്പോൾ ദേവി മനസ്സ് തുറക്കുന്നു. ഞാനാണ് മാപ്പ് പറയേണ്ടതമ്മേ. അന്ന് റാമിനെ തൻ്റെ പേരിൽ കിട്ടിയ അവസരത്തിലേക്ക് തള്ളിവിട്ടതേക്കുറിച്ചും അതിന് പോയില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഒറ്റയ്ക്കാകില്ലായിരുന്നെന്നും എല്ലാം എൻ്റെ തെറ്റാണെന്ന് പറഞ്ഞ് കരയുന്നതും അവളെ ചേർത്ത് പിടിച്ച് അമ്മ ആശ്വസിപ്പിക്കുന്നു. നിന്റെ പേരിലായിരിക്കും റാം പോയിട്ടുണ്ടാവുക എന്നെനിക്ക് തോന്നിയിരുന്നു. പക്ഷേ ഇതെല്ലാം എങ്ങനെയാണ് നിന്റെ തെറ്റാവുക? ഈ ഭാരമെല്ലാം ഇപ്പോഴും മനസ്സിൽ കൊണ്ടുവച്ച് നടക്കുകയായിരുന്നെന്ന് ഞാൻ അറിഞ്ഞില്ല.
റാമിൻ്റെ അമ്മയും അവർ കടന്നുപോയ വിഷാദം പങ്കുവെച്ച് അങ്ങനെ ആ തുറന്ന പറച്ചിലിൽ കുറച്ച് ആശ്വാസം ലഭിച്ച ദേവി അവരുമായി രാത്രി ആഹാരമൊക്കെ കഴിച്ചിരുന്ന് മകൻ പോയ ശേഷം ഉണ്ടായിരുന്ന തൊട്ടതിനും പിടിച്ചതിനും ദേഷ്യത്തോടെയുള്ള ജീവിതവും പതി അത് മാറി ഇപ്പോഴുള്ള സമാധാന ജീവിതത്തെപ്പറ്റിയൊക്കെ പറഞ്ഞ് അവർ ആഗ്രഹിക്കുന്ന ഒന്ന്. ഞാനിപ്പോൾ ഓക്കെയാണ്, സ്ട്രോങ് ആണ്, എൻ്റെ മകൻ അത് മനസ്സിലാക്കിയാൽ അവന് സന്തോഷമാവത്തേ ഉള്ളൂ. ഇത് കേൾക്കുന്ന ദേവി ഇപ്പോൾ വരാമെന്നും പറഞ്ഞ് നേരെ പുറത്തേക്ക് ഇറങ്ങി അവിടെ ഇലക്ട്രിക്കൽ വയർ വെച്ചെന്തോ മിനുക്ക് പണി ചെയ്യുന്ന റാമിനെ വിളിച്ച് അവനെയും പിടിച്ച് അമ്മയുള്ള മുറിയിലേക്ക് കയറ്റി കഥ അടയ്ക്കുന്നു. അവിടെ അമ്മ നിൽപ്പുണ്ട്. റാം കണ്ടവൻ്റെ മുഖമൊക്കെ ഒന്ന് വിളറവേ അവർ അന്ന് മേടിച്ചു കൊടുത്ത ആ കോട്ട് ഇപ്പോഴും പൊന്നെ പോലെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ദേവിയുമായി സംസാരിച്ച് മകനെ മിസ് ചെയ്തപ്പോൾ ആ കോട്ടുമായി അങ്ങനെ വന്ന് നിൽക്കുവാണ്. അതോ റാമിന് തൊട്ടു മുമ്പിലും. കാണാൻ കഴിയുന്നില്ലെങ്കിലും അവിടെ മനസ്സിലാകുകയും അവൻ തന്നെയാണ്. കണ്ണ് നിറഞ്ഞ് റാം അങ്ങനെ നിൽക്കെ ആ കോട്ട് ധരിച്ച് കണ്ണാടിയിൽ നോക്കി നിൽക്കുവാണ് മകൻ്റെ ഓർമ്മകളുമായി. അവരെ വന്ന് സ്നേഹത്തോടെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന റാമിൻ്റെ സന്തോഷം എത്രത്തോളമായിരിക്കും എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. വിഷ് ലിസ്റ്റിലെ അവൻ്റെ ഏറ്റവും വലിയ ആഗ്രഹവും ഇതല്ലാതെ എന്താവാൻ. ആ കോട്ടുമായി അവർ പുറത്തേക്ക് പോകുമ്പോൾ നമ്മൾ അറിയുന്ന മറ്റൊരു കാര്യം, ഇപ്പോൾ റാം നിൽക്കുന്ന ഈ വഴികാട്ടി പ്രവൃത്തിയിൽ നിന്നും സ്വയമേ എസ്കേപ്പ് ആയാൽ പിന്നെ ഇങ്ങോട്ടേക്കൊരു തിരിച്ചുവരവില്ല. അതായത് അവിടെ കൊണ്ടവരുടെ ഈ പ്രവൃത്തി തീരുവാണ്. റാമിൻ്റെ കൂടെയുള്ള മറ്റു വഴികാട്ടികൾ അവരിൽ ഒരാൾ അയാളുടെ മകൾ മരണത്തിനായി മല്ലിടുന്നതറിഞ്ഞ് ഈ കടമ ഉപേക്ഷിച്ച് അതിൻ്റെ അടുക്കലേക്ക് പോയതായി അറിയുവാണ്. മകൾ ജീവിച്ചെങ്കിലും ഇനി എത്ര നാളത്തേക്കെന്നറിയില്ല. കടമയിൽ നിൽക്കാതെ നിയമം തിരിച്ചു പോയതുകൊണ്ട് ഇനി അയാൾക്ക് നമ്മളെ കാണാൻ കഴിയില്ല, മകളെ കാണാൻ കഴിയില്ല, ആരെയും കാണാൻ കഴിയില്ല. അയാൾ ഇനി എന്നേക്കുമായി മാഞ്ഞു പോകും. അതുകൊണ്ട് നമുക്കെല്ലാം ഇനി ഡബിൾ ജോലിയാണ് എന്നവർ പറയുമ്പോഴാണ് റാമും ഇങ്ങനൊരു വഴിയെക്കുറിച്ച് അറിയുന്നത്. അങ്ങനെയാണിപ്പോൾ അവൻ മറ്റെല്ലാ കടമകളെ ഉപേക്ഷിച്ച് ദേവി മരിക്കുന്നതിനും ഒരാഴ്ച മുന്നേ തന്നെ അവളുടെ അടുത്തേക്ക് എത്തിയിട്ടുള്ളത്, മരിക്കുന്നതിൽ നിന്നും തടുക്കാനായി. റാമിൻ്റെ അമ്മ ആ കൂട്ടമായി എത്തുന്നത് പുറത്തു നിൽക്കുന്നത് ദേവിക്കടുത്ത്. അതൊരു സമ്മാനമായി കൊടുത്ത് ധരിക്കാൻ പറഞ്ഞ് ഇപ്പോഴാണ് നിന്നെ കാണാൻ നല്ലതെന്ന് പറഞ്ഞങ്ങനെ ഒരു യാത്ര പറച്ചിൽ പോലെ എനിക്ക് വളരെ സന്തോഷമായി. ഞാനിനി ചിലപ്പോൾ നിങ്ങളെ കണ്ടില്ലെങ്കിലും നല്ല പോലെ ഇരിക്കണം എന്നൊക്കെ ദേവി പറഞ്ഞങ്ങനെ നിൽക്കെ അവിടെ മൊത്തം പ്രകാശിക്കുവാണ്. കുറേ ഹാങ്ങിങ് ലൈറ്റ്സ്. അമ്മ ഇത് കണ്ട് സന്തോഷിച്ച് ഇത് കുറേ നാളായി കത്താതിരുന്നതായിരുന്നു എന്ന് പറയുമ്പോൾ റാം അത്രയും നേരം ആ വയറിൽ പണിഞ്ഞത് അവൻ്റെ അമ്മയുടെ ഇരുട്ടിലെ സ്പേസിലേക്ക് വെളിച്ചമെത്തിക്കാനായിരുന്നു. അവരുടെ മനസ്സിലും ഇപ്പോൾ വെളിച്ചമായി സന്തോഷിക്കുമ്പോൾ ദേവിക്ക് പെട്ടെന്നൊരു കാര്യം ഓർമ്മ വരികയാണ്. തുടക്കത്തിൽ റാമിനോട് പറഞ്ഞത് എങ്ങനെയും ഒന്ന് പോയി തരുമോയെന്ന് നിന്നപ്പോൾ അവൻ പറഞ്ഞിരുന്നു ഏതെങ്കിലും ഒരു 10 ആഗ്രഹം സാധിച്ചാൽ ആ നിമിഷം തിരിച്ചു പോകാമെന്ന്. ഇപ്പോൾ ചുറ്റും നോക്കുമ്പോൾ റാമിനെ കാണാഞ്ഞ് അമ്മയുടെ ധൃതിയിൽ യാത്ര പറഞ്ഞ് വെപ്രാളത്തിൽ പേരും വിളിച്ചോടി പരത്തുന്നു. മുമ്പ് അവനോട് തിരികെ പോകാനും മരിച്ച ശേഷം വരാനും ഒക്കെ കടുത്തു പറഞ്ഞപ്പോൾ എന്നാൽ ഇപ്പോൾ അത് വേണ്ടായിരുന്നു എന്ന സങ്കടത്തിൽ ഓടി ഓടി തിരക്കുന്നതിലും ഒടുവിൽ റാം മുന്നിൽ കാണുന്നൊരു ചേറിലിരിപ്പുണ്ട്. ദേവിയുടെ ശ്വാസം നേരെ വീണ് അവനെ പോയി കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച ശേഷം അവൾ വികാരത്തോടെ പറയുവാണ് ഇത്രയും കാലം ഒരനക്കവും ഇല്ലാണ്ട് വീണ് കിടന്ന ജീവിതം ഇപ്പോൾ നീ വന്നപ്പോഴാണ് വീണ്ടും ചലിച്ചു തുടങ്ങിയതും എന്തെങ്കിലും ഒരു ആശ്വാസം തോന്നണതും എന്ന്. നിന്നെ ഇപ്പോൾ കണ്ടതിന് ശേഷം ഇന്നാദ്യമായി ഈ ഒരു ദിവസം ഇത്ര പെട്ടെന്ന് തീരരുതേ എന്ന് ആഗ്രഹിക്കുന്നു. എന്നാൽ ഇനി ശേഷിക്കുന്നത് ഒരേ ഒരു ദിവസം കൂടിയും. നാളെ എൻ്റെ കൂടെ തന്നെ കാണില്ലേ എന്ന് വിങ്ങി കെട്ടിപ്പിടിച്ചങ്ങനെ ചേറിലിരിക്കുമ്പോൾ റാം മുമ്പ് തൻ്റെ വഴികാട്ടിയോട് ചോദിച്ചിട്ടുണ്ട് സ്വന്തം കുടുംബത്തെയോ വേണ്ടപ്പെട്ടവരെയോ ഇതുപോലെ മരണാനന്തരം പറഞ്ഞയക്കാനുള്ള സാഹചര്യം വന്നിട്ടുണ്ടോ എന്ന്. അവർ അങ്ങനെ ഒരു തവണ വന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഒരിക്കലും അത് സുഖമുള്ളതല്ല. പിന്നെ തോന്നും അവരെ കാണേണ്ടിയിരുന്നില്ല എന്ന്. കാരണം അങ്ങനെയെങ്കിൽ അവൾ സുഖമായി ജീവിച്ചിരിപ്പുണ്ട് എന്ന് നമുക്ക് കരുതുകയെങ്കിലും ചെയ്യാമല്ലോ. ആ ഒരു തവണത്തെ അനുഭവം എങ്ങനെയുണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ അത് മറന്നു കളഞ്ഞിരിക്കുന്നു എന്ന് അവരുടെ ചെറു വിഷമത്തോടെയുള്ള മറുപടി. എന്നാൽ റാമിലാകട്ടെ വിധി കാത്തുവെച്ചത് മറ്റൊന്നായിരുന്നു. അവൻ്റെ കടമകൾ ചെയ്യേണ്ടിയിരുന്ന ലിസ്റ്റിൽ തന്നെയായിരുന്നു ദേവിയുടെ പേരും പ്രത്യക്ഷപ്പെട്ടത്. അവളുടെ മരണകാരണം ആത്മഹത്യയും. അവസാനമായി ഒരു കത്തുമെഴുതി എല്ലാത്തിനും നന്ദി പറഞ്ഞ് ഒരു ഫ്ലവർ വേസുമായി ഫ്ളാറ്റിൻ്റെ മുകൾ നിലയിലെത്തി ചെടിച്ചട്ടി കളഞ്ഞ് ടെറസിലൂടെ നടന്നു കയറി നിൽക്കുവാണ്. അത്രയും അടി താഴ്ചയ്ക്ക് മുകളിലായി അവളുടെ അവസാന നിമിഷങ്ങൾ. ഈ സമയം പെട്ടെന്ന് ഞെട്ടിയണിക്കുന്ന നീനയും അവളുടെ സ്കൂൾ സീനിയർ. ദേവി മരിക്കാൻ പോകുന്നവളുടെ സ്വപ്നം നീന കാണാനിടയതെങ്ങനെ? ഇനി ഒരു ദിവസം കൂടി ബാക്കി. മരിക്കുമ്പോൾ എൻ്റെ കൂടെ ഉണ്ടാകില്ലേ നീ എന്ന് റാമിനോട് ചോദിച്ച് തലചായ്ച്ച് ആ ബെഞ്ചിലിരുന്ന് തന്നെ നേരം വിളിപ്പിച്ച് എണീക്കുവാണ് ദേവി. മറ്റൊരു സൂര്യോദയം കണ്ടെണീക്കുമ്പോൾ ആ അവസാന ദിനം ഇന്ന് എത്തിയിരിക്കുവാണ്. പറ്റാവുന്നത്രയും ഇന്ന് കൊണ്ട് തീർക്കണമെന്ന് പറഞ്ഞ് അവൾ എഴുതിയിട്ടുള്ള ഒരു വിഷ് ലിസ്റ്റ് കാണിക്കുന്നു. മുമ്പ് ഇങ്ങോട്ടേക്കുള്ള ബസ് യാത്രയിൽ അതിലിരുന്നൊരു നോട്ടീസ് എടുത്ത് കുറിച്ചതാണ്. എല്ലാവരെയും കണ്ട് യാത്ര പറയുക, എന്തെങ്കിലും നല്ലത് ചെയ്യുക, ഇഷ്ടപ്പെട്ട സാധനങ്ങൾ വാങ്ങിക്കുക, അങ്ങനെ ഒരാഴ്ച വെറുതെ കളഞ്ഞു. ഇനി ആകെയുള്ള ഈ മണിക്കൂറുകൾ എങ്കിലും പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കട്ടെ എന്ന് നിൽക്കുന്നത് കണ്ട് റാമും എങ്കിൽ അങ്ങനെ തന്നെ ആകട്ടെ എന്ന പോലെ തലയാട്ടി അവർ അങ്ങനെ ഡ്രസ് കളക്ഷനിൽ ചെല്ലുമ്പോൾ അത് അച്ഛന് വേണ്ടിയിട്ട് നല്ലൊരു ഡ്രസ്സ് എടുക്കാനാണ്. സെയിൽസ്മാൻ അച്ഛൻ ഈ പ്രായത്തിൽ കുറെ കല്യാണത്തിനും മരിപ്പിനും ഒക്കെ പോകേണ്ടി വരുമെന്ന് പറഞ്ഞ് സജസ്റ്റ് ചെയ്യുന്ന കോട്ട് കണ്ട് എങ്കിൽ അത് തന്നെ ആകട്ടെ എന്ന് പറയുവാണ്. അവളെ നോക്കി നിൽക്കുന്ന റാമു. അവൻ കാണുന്ന മറ്റൊരു കാര്യം ദേവിയുടെ ഫോണിലേക്ക് ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്ന നീനയും. അത്യാവശ്യമായൊന്ന് കാണണം എന്നൊക്കെ പറയുന്നതിലും അവൾ അത് ഇഗ്നോർ ചെയ്യുവാണ്. അങ്ങനെ അനിയത്തിക്ക് സ്ക്യൂബ ഡൈവിങ്ങിനുള്ള ഫിറ്റിംഗ് ഒക്കെ മേടിച്ച് വീട്ടുപടിക്ക് മുന്നിൽ നിൽക്കുമ്പോഴും അവൾക്ക് ഭയമുണ്ട്. കരയിലെ എന്ന് സ്വയം അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കാരണം ലാസ്റ്റ് മീറ്റല്ലേ.
വിഷമിക്കേണ്ട, നിന്നെ കൊണ്ട് പറ്റും, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകുമെന്ന് റാം പറഞ്ഞു വിട്ടിട്ട് അകത്തേക്ക് കയറി അച്ഛനെ വിളിക്കുമ്പോൾ അവളുടെ വരവും കാത്തിരിക്കുകയായിരുന്ന അച്ഛനും അനിയത്തിയും വിളി കേട്ടുടനെ ചാടി എണീറ്റ് മുമ്പിലേക്ക് വരുന്ന ദേവിക്ക് മുന്നിലേക്ക് നീട്ടുന്നത് ഒരു മാക്ബുക്ക്. നിന്നെപ്പോലുള്ള ഡിസൈനർ സ്റ്റുഡൻസ് ഒക്കെ ഇപ്പോൾ ഇതാണ് യൂസ് ചെയ്യാറെന്ന് പറഞ്ഞ് മേടിച്ചതാണ്. പേടിക്കേണ്ട, എൻ്റെ ഡെപ്പോസിറ്റ് ചെയ്യുന്നിടത്ത് മേടിച്ചതാണ്. മാത്രമല്ല അനിയത്തിയുടെ ട്രിപ്പിന്റെ ഫണ്ടും ചേർത്താണ് മേടിച്ചതെന്ന് പറഞ്ഞ് നമുക്കൊരു അൺബോക്സിംഗ് ചെയ്താലോ നേരെ ഒരു ബ്ലേഡ് എടുക്കുന്നു. ദൈവം പെട്ടെന്ന് വേണ്ട പൊട്ടിക്കില്ലേ എന്ന് പറയുന്നതും തന്ത പൊട്ടിച്ചു കഴിഞ്ഞു. എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ് പാവം ദേവി റീഫണ്ട് കിട്ടാൻ വേണ്ടിയാണ് പൊട്ടിക്കല്ലേ എന്ന് പറഞ്ഞത്. നാളെ കഴിഞ്ഞ് അതിന് പിന്നെ ആവശ്യം വരില്ലല്ലോ. അങ്ങനെ അച്ഛന് മേടിച്ച പുതിയ ഡ്രസ്സും ഇട്ടുകണ്ട് ഇപ്പോൾ അങ്ങയുടെ പുതിയ പഠിത്തം സാക്സോഫോൺ 2 മക്കളുടെയും കല്യാണത്തിന് വായിക്കാൻ വേണ്ടി. അതും വായിച്ചു കണ്ട് അനിയത്തേക്ക് ഡൈവിംഗ് സെറ്റും കൊടുത്ത് സന്തോഷത്തോടെയും ഉള്ളിൽ വേദനയോടെയും ഇറങ്ങി വന്ന് ബസ് സ്റ്റാൻഡിൽ അങ്ങനെ ഇരിക്കുവാണ്. അച്ഛനു വേണ്ടി ഇനിയും എന്തെങ്കിലും ചെയ്യണമായിരുന്നു എന്നും പറഞ്ഞ് അവിടെ ഇരിക്കവേ ഒരു സ്ത്രീ ട്രോളി ബാഗുമൊക്കെയായി ഉടനെ എത്തും, ചെക്കിൻ ആവാറാവുന്നതല്ലേ ഉള്ളൂ എന്നൊക്കെ ഫോണിൽ സംസാരിച്ച് ധൃതിയിൽ ബസ്സിൽ കയറി പോകുന്നു. അതിന് പിന്നാലെ നോക്കുമ്പോൾ കാണാം താഴെ കിടക്കുന്ന ഒരു പാസ്പോർട്ടും അവരുടെ കയ്യിൽ നിന്ന് പോയതാണ്. പെട്ടെന്ന് ഇരുവരും ആ പേപ്പറിലേക്ക് നോക്കുവാണ്. എന്തെങ്കിലും നല്ലത് ചെയ്യണമെന്നുള്ളൊരു വിഷ്. പിന്നെ ഒന്നും നോക്കാതെ ആ പാസ്പോർട്ടുമായി എയർപോർട്ടിലേക്ക്. അവിടുത്തെ ചുറ്റും നിൽക്കുന്ന പാടെ സുഹൃത്തുക്കളുടെ ഇടയിലിരുന്ന് മോങ്ങിക്കൊണ്ടിരിക്കുന്ന ആ സ്ത്രീയെ കണ്ട് ദേവി പാസ്പോർട്ട് ബസ് സ്റ്റാൻഡിൽ നിന്നും കിട്ടിയാണെന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ അവരുടെ ആ സന്തോഷവും ആഹ്ലാദവും ദേവിയോട് 1000 നന്ദി പറഞ്ഞു പോകുമ്പോൾ ഒരു മനസ്സുഖം. എന്തായാലും ആ വിഷയം പൂർത്തിയായിരിക്കുന്നു. പിന്നെ കുറച്ചേറെ എയർപോർട്ടിൽ തന്നെ ചുറ്റിക്കറങ്ങി അവിടെ കാമുകൻ കാമിയുടെ വിട പറയുന്ന കാഴ്ചയൊക്കെ കണ്ട് നമ്മൾ പ്രണയിച്ചിരുന്നതിൽ എങ്ങനെയായിരുന്നിരിക്കും എന്നാലോചിക്കുകയാണ് ദേവി. പൈങ്കിളി ആയിരുന്നിരിക്കും അല്ലേ? അല്ലെങ്കിൽ പ്രണയിച്ച് അവസാനം ബ്രേക്കപ്പായി അടിച്ചു പിരിഞ്ഞാനെ. റാം ഇത് കേട്ട് നമ്മൾ അടിച്ചൊന്നും പിരിയില്ല, ഞാനെല്ലാം സഹിച്ചും ക്ഷമിച്ചും നിന്നോട് നിന്നേനെ. കാരണം ഞാൻ അത്രയ്ക്ക് നല്ലവനും വിചാരവുമുള്ള മഹാനാണ്. ഓ തന്നെ പോരാത്തതിന് തന്തവയ്പും. ദേവിയുടെ ഈ പുച്ഛം കേട്ട് അങ്ങനാണെങ്കിൽ അതിൻ്റെ കാരണക്കാരി നീയാണെന്നങ്ങനെ ദേവി വെറുതെ എന്തിനാ പറഞ്ഞ സമയം കളയുന്നേ, നമുക്ക് നോക്കിയേക്കാമെന്ന് പറഞ്ഞ് പേപ്പറിൽ പുതിയൊരു വിഷയം എഴുതുന്നു. റാമുമൊത്ത് ഒരു സാധാരണ ബോറിംഗ് ഡേറ്റ്. ശരി, എങ്ങനെ തുടങ്ങണമെന്ന് ചോദിച്ച് റാം ദേവിയുടെ കൈ പിടിച്ച് നടന്ന് ഒരു ലൈബ്രറിയിലേക്ക് എത്തി ഓരോ ബുക്കുകൾ വായിക്കുന്നു. അതോ ചില അഡൽട്ട് കോമിക് ബുക്സും. ഓ, നമ്മളറിയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ലോകത്തുള്ളേ എന്ന് വായിച്ചിട്ട് വേറെ കുറച്ച് ബുക്കും മേടിച്ച് സ്ട്രീറ്റിലൂടെ കറങ്ങിയും ഐസ്ക്രീം കഴിച്ചും വയസ്സാം കാലത്ത് സമ്പന്നയായിരിക്കും എന്നുള്ള ഹസ്തരേഖയും നോക്കി അവരൊരു ബീച്ചിൽ വന്നിരിക്കുന്നു. ഇതിനിടയ്ക്ക് വീണ്ടും നീനയുടെ കോൾ വരുന്നത് കണ്ട് റാം വീണ്ടും ആ സീനിയറാണോ, എന്തേലും അത്യാവശ്യം കാണും, എന്താന്ന് തിരക്കെന്ന് പറയുന്നത് കേട്ട് അവർ വെറുതെ അവിടെ ഒരു ഷോ നടത്താൻ വേണ്ടി വിളിക്കുന്നതാണ്. പറ്റില്ലെന്ന് പറഞ്ഞതാ എന്ന് പറഞ്ഞ് ഫോൺ എടുക്കുന്നു. നീന വെപ്രാളത്തിൽ ദേവിയോട് നീ എവിടാ, ആരുടെ കൂടാ എന്നൊക്കെ ചോദിക്കുന്നത് കേട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ദേവി. നീന പറയുന്നതോ ഇന്നിവിടെ ഉത്സവത്തിന്റെ അവസാന ദിനമാണ്, അതുകൊണ്ട് വെടിക്കെട്ടും കമ്പവും ഒക്കെ ഉണ്ട്, അതിന് വന്നേ പറ്റൂ എന്ന് വാശി പിടിച്ച് ആവുന്നത്ര പറഞ്ഞ് നോക്കുന്നതിലും ഞാൻ നിന്നെ തിരിച്ചു വിളിക്കാമെന്ന് പറഞ്ഞ് കട്ട് ചെയ്യുന്നു. അവൾക്കെന്തോ കാര്യമായ കുഴപ്പമുണ്ട് എന്ന് ദേവി നിൽക്കുമ്പോൾ നീന അവിടെ എന്ന് പറയുന്നതാകട്ടെ ആ പന്ന വഴികാട്ടി എന്നും. അപ്പോൾ റാമിനെ നീനയ്ക്ക് കാണാൻ പറ്റിയിരുന്നു. അന്ന് ദേവിയുമൊത്തുള്ള കണ്ടുമുട്ടലെ ശ്രദ്ധിച്ചതായിരുന്നു അവളുടെ കൂടെ എപ്പോഴും നടക്കുന്ന റാമിനെ. അത് മനുഷ്യനല്ലെന്നും അറിയായിരുന്നു നീന. എന്നാൽ കാണാത്ത പോലെ നിന്നെങ്കിലും റാമിന് മനസ്സിലായി അവളെ വരുതിയിലെത്തിച്ച് കാര്യം തിരക്കി എങ്ങനെ കാണാൻ പറ്റുന്നൊക്കെ ചോദിച്ച്. എനിക്ക് കുറേ കാര്യങ്ങൾ അനുഭവിക്കേണ്ടി വന്നെന്നും നിന്നെപ്പോലുള്ള വഴികാട്ടികളാണ് ഇപ്പോൾ എൻ്റെ പ്രധാന പ്രശ്നമെന്നൊക്കെ പറഞ്ഞ് എന്തിനാ എപ്പോഴും ദേവിയുടെ കൂടെ നടക്കുന്നതെന്ന് തിരക്കുമ്പോഴോ വഴികാട്ടി കൂടെ നടക്കുന്ന എന്തിനായിരിക്കും എന്ന് റാമിൻ്റെ പ്രതികരണവും. ദേവി ഉടൻ മരിക്കുമെന്ന് മനസ്സിലാക്കി നിൽക്കെ റാം അവിടെ ഉത്സവത്തിന്റെ പോസ്റ്റർ കണ്ട് എനിക്ക് ഷൂട്ടിംഗ് സ്റ്റാർസ് കാണുന്നതിനേക്കാൾ കമ്പം ഫയർ വർക്സ് കാണുന്നതിനോടായിരുന്നെന്നും അതാരെങ്കിലുമായിട്ടൊന്ന് ഒരുമിച്ച് നിന്ന് കാണാൻ നല്ല രസമാണ്, ദേവിയുമായി ഒരുമിച്ച് നിന്ന കാഴ്ച കാണണമെന്നും അവൾക്കൊപ്പം നീന ഉണ്ടാകണമെന്നും ഉള്ള ആഗ്രഹത്തിലാണ് ഇപ്പോൾ നീന ദേവിയുടെ പിറകെ ഇങ്ങനെ വിളിച്ചുകൊണ്ട് നടക്കുന്നത്. നീനയ്ക്ക് മുമ്പ് ആ സ്വപ്നത്തിൽ കണ്ട റെയിൽവേ ക്രോസിന്റെയും കുരിശിന്റെയും മറ്റും ചിന്തകളാണിപ്പോൾ. അതെന്താണെന്ന് പിടികിട്ടുന്നില്ല. യൂറോപ്പിലേക്ക് പോവുക, ചങ്കത്തെ വിളിക്കുക, അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊന്നും ഇനി നടക്കാൻ പോണില്ല. പാസ്പോർട്ടുമില്ല, ഫോൺ നമ്പറുമില്ല. അങ്ങനെ ഇരുവരും ബീച്ചിലിരുന്ന് ആ അവസാന സംഭവത്തെക്കുറിച്ച് സംസാരിക്കുവാണ്. അന്ന് ഷൂട്ടിംഗ് സ്റ്റാർസിനെ കാണാൻ പറ്റിയിരുന്നോ എന്ന് ചോദിച്ചാൽ റാമിന് പറ്റിയിരുന്നു. ഒരുമിച്ചിരുന്ന് കാണണമെന്നായിരുന്നു ദേവി ആഗ്രഹിച്ചത്. ആ അവസാന നിമിഷങ്ങളുടെ സ്വപ്നം എപ്പോഴും വരുമായിരുന്നു. അന്ന് ഒബ്സർവേറ്ററിലേക്ക് പറഞ്ഞു വിട്ടതിന് പിറകെ എന്തോ പ്രശ്നമുള്ളതായി തോന്നി ഫോൺ വിളിക്കാൻ ശ്രമിക്കുന്നതും പിറകെ ഓടി വന്ന് വിളിക്കുന്നതുമായ സ്വപ്നം. എന്നാൽ തിരിയുമ്പോൾ അത് മറ്റേതിലുമായിരിക്കും. ഇപ്പോൾ നിന്നെ വീണ്ടും കണ്ട ശേഷം കുറച്ച് ദിവസങ്ങളായി ആ സ്വപ്നമില്ലെന്ന് പറയും ദേവി ചോദിക്കുന്നത് ഇനി എങ്ങനെ ആയിരിക്കും? മരിക്കുമ്പോൾ ഞാൻ ഇവിടെ നിന്ന് മാഞ്ഞു പോകുന്നത് എങ്ങനെയായിരിക്കും? നീ എന്നിൽ നിന്ന് മാഞ്ഞു പോകുന്നതൊക്കെ നമ്മൾക്കിനിയും വീണ്ടും കാണാൻ കഴിയുമോ? വിഷമത്തോടുള്ള ദേവിയുടെ ഈ ചോദ്യത്തിന് എന്ത് പറയണമെന്നറിയായിരുന്നു ചുറ്റും നോക്കുന്ന റാം പറയുന്നത്, ദേവി നിന്റെ ബാഗ് ഇവിടെ നിന്ന് മാഞ്ഞു പോയിട്ടുണ്ട്. നോക്കുമ്പോഴോ 2 കള്ളന്മാർ പിള്ളേർ ദേവിയുടെ ബാഗ് മോഷ്ടിച്ചുകൊണ്ട് പോകുന്നു. പിറകെ തകർത്തോടി എന്തായാലും അവന്മാരെ പേടിച്ച് ആ ബാഗ് ഇട്ടേച്ചും പോകുന്നത് കണ്ട് അവൾക്ക് അവളുടെ അച്ഛൻ തന്ന സാധനങ്ങളൊക്കെ തിരിച്ചു കിട്ടിയിട്ടുണ്ട്. എന്തായാലും കുറച്ചു നേരം കൂടിയല്ലേ ഉള്ളൂ, പിന്നെന്തിനാ ഇതൊക്കെ എന്ന് ചോദിക്കുന്നതിലും അതെന്തായാലും കൂടെ വേണം, എന്നാലേ ഒരു സമാധാനം ഉണ്ടാവുള്ളൂ. അങ്ങനെ അവിടെ തന്നെ ഇരുന്ന് സൂര്യൻ അസ്തമിക്കാറായിരിക്കുന്നു. ദേവിയിൽ വീണ്ടും ആ ചോദ്യം വരികയാണ്, എങ്ങനെയാകും മരിക്കുക? ഞാൻ ഇനി തീരുമാനിക്കണമായിരിക്കുമോ? മറുപടിയില്ലാത്ത റാമിൻ്റെ മുഖഭാവം കണ്ട് ദേവിക്ക് പതിയെ മനസ്സിലാവുകയാണ് അവളുടെ മരണം അവളാൽ തന്നെ ഉള്ളതാണെന്ന്. പക്ഷേ എങ്ങനെ അതിനെ തോന്നുമെന്നറിയില്ല. റാം ഉടനെ എഴുന്നേറ്റ് അവളോട് പറയുവാണ്, നിനക്കപ്പോൾ മരിക്കാൻ തോന്നില്ല, അത്രയേ ഉള്ളൂ, അപ്പോൾ ജീവിക്കൂ.
മുമ്പ് റാമിനോട് അവൻ്റെ വഴികാട്ടി പറഞ്ഞ പോലെ ഇനിയും മരിക്കാൻ തോന്നുന്ന ആൾക്കാരിൽ ജീവിതത്തിലേക്ക് തിരികെ പോകാനുള്ള ചാൻസ് കൂടുതലാണെന്നുള്ള കാര്യം മനസ്സിൽ വെച്ചങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പുറപ്പെടുവിക്കുമ്പോൾ ദേവിയുടെ ചോദ്യം, അപ്പോൾ ഇതിനു വേണ്ടിയായിരുന്നോ ഒരാഴ്ച എന്നോടത്ത് കൂടിയത്? മനസ്സ് മാറ്റാൻ വേണ്ടിയുള്ള ഒരു എക്സ്ക്യൂസ് ആയിരുന്നു ഇതെല്ലാം? എക്സ്ക്യൂസ് അല്ല, അതായിരുന്നു എനിക്ക് വേണ്ടിയിരുന്നത് എന്ന് നിൽക്കുന്ന റാമിനോടായി അവൾ ചോദിക്കുന്നത്, ഞാൻ ജീവിച്ചാൽ എനിക്ക് നിന്നെ വീണ്ടും കാണാൻ പറ്റുമോന്നാണ്. നമ്മൾ തമ്മിൽ ഇങ്ങനെ തന്നെ തുടരുമോ എന്നൊക്കെ ചോദിക്കുന്നതും വിഷയം മാറ്റാൻ ശ്രമിക്കുന്ന റാമിനോട് സ്ട്രിക്റ്റായി ചോദിക്കുകയാണ്, നമ്മളിനി വീണ്ടും കാണുമോ? ഇല്ല, നമ്മൾ കാണില്ല. ദേവി വിങ്ങിപ്പൊട്ടിക്കൊണ്ട് ഞാൻ ഇനിയും തയ്യാറല്ലെന്നും നമ്മളൊത്ത് ഇനിയും കുറേ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ടെന്നൊക്കെ വിലപിക്കുന്നത് കണ്ട് റാം പറയുന്നത്, ഈ ഒരാഴ്ച ജീവിച്ച പോലെ നീ ജീവിക്കണം, അതെനിക്ക് വേണ്ടിയാണ്. നോക്ക് ദേവി, നമ്മൾ ഇരുവരും ഒത്തുള്ള നിമിഷങ്ങൾ ഒരിക്കലും മാഞ്ഞു പോയില്ല. ഓർമ്മയില്ലേ, റാമും ദേവിയും നീ തന്നെയാണ്. അങ്ങനെ ആ സൂര്യൻ അസ്തമിക്കുവാണ്. ഒപ്പം റാമിനെ അലറി വിളിക്കുവാണ് ദേവി, എവിടെയാണെന്ന് നോക്കിക്കൊണ്ട്. ഞാൻ നല്ലോണം ജീവിക്കുമെന്നും കിടന്ന് അലറുവാണ് തിരിച്ചു വരാനായി. എന്നാൽ അവൾക്ക് റാമില്ലാതെ ജീവിക്കാനും പറ്റാത്ത അവസ്ഥ. അങ്ങനെ തിരികെ തലയിൽ മൊത്തം ഭാരവുമായി ഫ്ലാറ്റിലേക്കെത്തി ഒന്ന് മയങ്ങുന്ന അവൾ പെട്ടെന്ന് എണീക്കുന്നത് ആ സ്വപ്നം കണ്ടിട്ട്. പറഞ്ഞുവിട്ട റാമിനെ എന്തോ പ്രശ്നമുള്ളതുപോലെ തോന്നി ഓടിപ്പോയി തിരികെ വിളിക്കുന്ന ആ സ്വപ്നം. തിരിഞ്ഞു നോക്കുന്നതിന് തൊട്ടു മുമ്പ് എഴുന്നേൽക്കുന്ന അവൾ ആലോചിക്കുന്നത് കഴിഞ്ഞുപോയ ഈ ദിവസത്തെക്കുറിച്ചാണ്. കുറച്ച് നാളുകൾ റാം ഒപ്പം ഉണ്ടായിരുന്നപ്പോഴുള്ള സന്തോഷം ഇനി എന്തായാലും വരാൻ പോകണമെന്ന തിരിച്ചറിവിൽ അവൾ ഒരു തീരുമാനം എടുക്കുകയാണ്, ജീവൻ വെടിയുക. നീന ഈ സമയമെല്ലാം ടെൻഷനിലാണ്, എങ്ങനെയും ദേവിയെ കണ്ടുപിടിക്കണമെന്ന ചിന്തയിൽ. കാരണം ദേവിക്കൊപ്പം നിന്ന് ഫയർ വർക്ക്സ് കാണുക എന്നത് റാമിനോട് ഏറ്റ കാര്യമാണ്. കൂട്ടുകാർ വന്ന് കമ്പം കാണാൻ വിളിക്കുന്നതിലും ഞാനിപ്പോൾ വരുന്നില്ലെന്ന് പറഞ്ഞ് നിൽക്കുവാണ്. നീ എന്തായാലും വരുമെന്ന് ഞങ്ങൾക്കറിയാം. 10 മണിയാകുമ്പോഴേ റെയിൽ റോഡ് ബാറിൻ്റെ അടുക്കലേക്ക് പോരെ. ഞങ്ങൾ അവിടെ കാണുമെന്ന് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ റീന ചോദിക്കുവാണ്, എവിടെ? റെയിൽ റോഡ് ബാർ. അപ്പോൾ അവൾക്ക് വന്ന വിഷൻ ആ ഒരു സ്ഥലമായിരുന്നു. റെയിൽവേ ലെവൽ ക്രോസും കുരിശുമൊക്കെയായി. അപ്പോൾ അതിനടുത്ത് തന്നെ ദേവി ഉണ്ടാകുമെന്നുള്ള ഊഹത്തിൽ ഉടൻ തന്നെ അങ്ങോട്ടേക്ക് തിരിക്കുവാണ്. ദേവി ഇന്നേരം റൂമിലെ ഓരോന്നും എടുത്തു മാറ്റി അവസാനമായി ഒരു കുറിപ്പും എഴുതി വാടിയൊരു ചെടിയുമായി ഫ്ലാറ്റിൻ്റെ മുകളിലേക്ക്. ഇന്നേരം ആ കുരിശ് കൊണ്ട് നീന ആ ദിശയിലേക്ക് ഓടിയെത്തുമ്പോൾ കാണുവാണ് മുകളിൽ നിന്ന് ചാടാനായി നിൽക്കുന്ന ദേവിയെ. അവൾ സർവ്വശക്തിയും എടുത്ത് ആഞ്ഞോടി ഫ്ലാറ്റിന് മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കെ കത്തിലെ ആ വാക്കുകൾ, നിനക്ക് വേണ്ടി എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല, ഒന്ന് മാപ്പ് ചോദിക്കാൻ പോലും. നിന്നെ വിട്ടിട്ട് ഞാൻ എങ്ങനെ ജീവിക്കും? നീ ഒപ്പമുണ്ടായിരുന്ന ഈ ഒരാഴ്ച മനസ്സിലുള്ളപ്പോൾ ഇനി അതുപോലെ എനിക്ക് ജീവിക്കാനാവില്ല. എല്ലാറ്റിനും നന്ദി. ദേവി താഴേക്ക് ചാടാനായി തുനിയുന്നത് നീനെ വിളിച്ച് നിർത്തുവാണ്. നിൽക്ക്, ചാടരുത്, ഇത് ചെയ്യരുത്, ഇറങ്ങി വാ. തന്നെ ആശ്ചര്യത്തോടെ നോക്കി നിൽക്കുന്ന ദേവി താഴേക്ക് ഇറങ്ങാനായി എന്ത് ചെയ്യണമെന്ന് അവൾക്കറിയില്ല. ദേവി, നിനക്ക് മരിക്കണമെങ്കിൽ ഉള്ളിൽ അതിയായ വേദന ഉണ്ടായിരിക്കണം. എന്നാൽ നിന്റെ വഴികാട്ടിക്ക് അത് ഉണ്ടായിരുന്നു. ദേവി ഞെട്ടുകയാണ്. അവൾക്കെങ്ങനെ റാമിൻ്റെ കാര്യം മനസ്സിലായെന്ന്. റാമിനെ കണ്ടോ? അവനെവിടെ എന്ന് ചോദിക്കുമ്പോൾ നീന തന്നോടവൻ പറഞ്ഞ ആഗ്രഹത്തെക്കുറിച്ച് പറയുന്നു. റാമിൻ്റെ ആഗ്രഹമായിരുന്നു അവന് നിന്നോടൊപ്പം നിന്ന് ആ കമ്പക്കെട്ട് കാണുക എന്നത്. ഇപ്പോൾ നീ മരിച്ചാൽ അവൻ്റെ ആഗ്രഹം നടക്കാതെ പോകും. ദേവി ഇതൊന്നും കേട്ട് വിശ്വാസം വരാതെ വീണ്ടും ചാടാനായി തിരികെയാണ്. അവളുടെ മനസ്സിൽ വരുന്ന ആ സ്വപ്നം. അവൾ ഓടിച്ചെന്ന് വിളിക്കുമ്പോൾ തിരിഞ്ഞു നോക്കുന്നത് റാം തന്നെയാണ്. മരിക്കാൻ നിൽക്കുന്ന ദേവിയുടെ കൈകളിലേക്ക് റാം പിടിക്കുന്നു. അതെ, അവൻ വീണ്ടും അവൾക്ക് മുന്നിൽ എത്തിയിരിക്കുകയാണ്. ഇനി നിനക്ക് 30 സെക്കൻഡുകൾ മാത്രം ബാക്കി എന്ന് പറഞ്ഞ് കൈ പിടിച്ച് നിൽക്കെ ആ ഫയർ വർക്ക്സ് ആകാശത്ത് വർണ്ണശബളമായി അരങ്ങേറുന്നു. അവർ പരസ്പരം നോക്കിയിട്ട് ദേവിയെ താഴേക്കിറക്കി ഒരുമിച്ച് നിന്ന് കാണുകയാണ്. ഒരു നിമിത്തമായി എത്തിയ നീനയും അവിടെ നിന്ന് സന്തോഷത്തോടെ വിട പറയുമ്പോൾ റാമിനെ വീണ്ടും കണ്ട ആശ്വാസം ദേവിയിലും. ഞാൻ പറഞ്ഞില്ലേ, നീ എനിക്ക് എപ്പോഴും തലവേദന ഉണ്ടാക്കിയിട്ടേ ഉള്ളൂ എന്ന് റാം രസകരമായി പറയുന്നത് കേട്ട് അവൾ രണ്ടാമത് വീണ്ടും നിന്നെ നഷ്ടപ്പെടുത്തി എന്ന് വിഷമം പറഞ്ഞറിയിക്കുമ്പോൾ റാം ആവർത്തിക്കുന്നു, ഒരിക്കലും നീ എന്നെ നഷ്ടപ്പെടുത്തിയിട്ടില്ല, നമ്മൾ കാണില്ല എന്ന് മാത്രം. അറിയില്ലേ, ദേവി തന്നെയാണ് റാമും. നീ ജീവിച്ചാൽ അതിലൂടെ ഞാനും ജീവിക്കും. എൻ്റെ ഓർമ്മകൾ അവസാനം വരെ ജീവിക്കുക, അത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും കാണാം എന്ന് റാം പറയുമ്പോൾ അവൻ്റെ മനസ്സിൽ നല്ല വേദനയുണ്ട്. കാരണം ഇതവൻ്റെ അവസാന നിമിഷങ്ങളാണ്. മുമ്പ് പറഞ്ഞ പോലെ നിയമം തിരിച്ച് പ്രവർത്തിച്ച് ദേവിയുടെ മനസ്സ് മാറ്റാൻ ശ്രമിച്ചപ്പോൾ ഇനി അവനെ ആർക്കും തന്നെ കാണാൻ സാധിക്കാതെ ഡിസപ്പിയർ ആകും. നിന്നെ ഇവിടെ തന്നെ നിർത്തി പോയിക്കോട്ടെ എന്ന റാമിൻ്റെ ചോദ്യത്തിൽ സ്വയം മരിക്കില്ലെന്ന് വിശ്വസിക്കാമെന്ന് പറയുന്ന ദേവിയെ കെട്ടിപ്പിണർന്ന് നിന്ന ശേഷം റാം 3 തവണ ദേവിയെ നോക്കി അവൻ്റെ പേര് വിളിക്കുന്നതും അവൻ അവിടെ നിന്നും മാഞ്ഞിരിക്കുന്നു. വിങ്ങിപ്പൊട്ടുന്ന ദേവി മനസ്സിലാക്കുന്നു, റാമിനു വേണ്ടി ജീവിക്കുക. നിന്നുപോയ ജീവിതം വീണ്ടും ഓടിത്തുടങ്ങുന്ന ദേവിയുടെ യാത്രയിൽ അവളുടെ അച്ഛനും പഴയ സുഹൃത്തുക്കളും നീനയും ഉൾപ്പെടുന്ന റാമിൻ്റെ സാന്നിധ്യത്തിൽ വീണ്ടും സന്തോഷം തിരികെ വരുമ്പോൾ നീനയുടെ കാര്യം എടുത്തു നോക്കിയാൽ അവൾക്ക് എങ്ങനെ ഇതെല്ലാം അറിയാമായിരുന്നു? എങ്ങനെ റാമിനെ കാണാൻ കഴിഞ്ഞു? കാരണം നിന്നെപ്പോലുള്ളവരാണ് ഇപ്പോൾ എൻ്റെ പ്രധാന പ്രശ്നമെന്ന് പറഞ്ഞപ്പോൾ നീന ഉദ്ദേശിച്ചത് അവളുടെ അച്ഛനെ തന്നെയായിരുന്നു. റാമിൻ്റെ കൂട്ടത്തിൽ നിന്നും കടമ ഉപേക്ഷിച്ച് വയ്യാത്ത മകളെ കാണാൻ പോയ ആ അച്ഛൻ. ജീവിതത്തിലെ കൊച്ചു കൊച്ചു സംഭവങ്ങളിൽ പോലും റാമിൻ്റെ സാന്നിധ്യം കണ്ടെത്തി ആശ്വസിക്കുന്ന ദേവി അവൻ മുമ്പ് തന്ന ആ കത്ത് അമ്മയ്ക്ക് കൊടുക്കാൻ വേണ്ടിയുള്ള മാറ്ററിലെ അവൻ്റെ ഹാൻഡ് റൈറ്റിംഗ് വെച്ച് ഒരു പ്രസൻറ്റേഷൻ തയ്യാറാക്കി കോളേജിലെ ഗ്രാഫിക് ഡിസൈൻ ഗ്രാജുവേഷൻ ഷോയ്ക്ക് പ്രസൻറ്റ് ചെയ്യുന്നു. അതിൽ പറയുന്നത് ഒന്നും തിരിച്ചു വരില്ല, ഒന്നും ആവർത്തിക്കുകയുമില്ല, കാരണം എല്ലാം യാഥാർത്ഥ്യമാണ്. ദേവി സ്വയം വെറുക്കാതെ സ്നേഹിച്ച് ജീവിതത്തിൽ മുന്നോട്ട് പോവുക എന്ന തിരിച്ചറിവിൽ എത്തിയിരിക്കുകയാണ്.
കാരണം നമ്മുടെ കാര്യത്തിൽ എന്നെ സ്നേഹിക്കുക എന്നത് നമ്മൾ രണ്ടുപേരെ സ്നേഹിക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് ഞാൻ ജീവിക്കും എന്ന ദേവിയുടെ ശക്തമായ മനസ്സിലൂടെ വിഷാദവും സങ്കടവും അലിയിപ്പിച്ച ഈ മധുരമനോഹര പ്രണയകഥയ്ക്ക് ഒരു അന്ത്യമാവുകയാണ്. ഈ ഒരു ഫിനാലെ എപ്പിസോഡായാലും സീരീസ് ആയാലും നമ്മുടെ ചുറ്റുപാടിലെ തന്നെ പ്രധാന പ്രശ്നങ്ങളായ ആത്മഹത്യ പ്രവണതയെയും അനാവശ്യ കുറ്റബോധം പേരുള്ള യാതനയും വിഷാദവും സങ്കടവും എല്ലാവർക്കും ഒരുപോലെ താങ്ങാൻ കഴിയുന്നതായിരിക്കില്ല എന്നതിനൊക്കെ തൊട്ടു കാണിക്കുന്ന ഒന്ന് തന്നെയാണ്. നഷ്ടങ്ങളെയും അതുവഴി ഉണ്ടാകുന്ന വേദനകളെയും തരണം ചെയ്ത് നഷ്ടപ്പെട്ടവരവിടെ ഇരുന്ന് നമ്മെ നോക്കി ആഗ്രഹിക്കുന്ന സന്തുഷ്ടകരമായ ഒരു ജീവിതം ജീവിക്കുക എന്ന് മനോഹരമായി ഒരു സന്ദേശം പ്രതിപാദിച്ച് കാണിക്കുന്ന ഡ്രാമയാണ് വേ ബാക്ക് ലവ്. എല്ലാവർക്കും നല്ലൊരു അനുഭവം വേ ബാക്ക് ലവിലൂടെ കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ മറ്റൊരു നല്ല കഥയുമായി നമുക്ക് വീണ്ടും കാണാം. എൻജോയ് യുവർ ലൈഫ്.